സ്നേഹിക്കുകയും ചെയ്യും. വാത്സല്യ അച്ചായൻ ബുധനാഴ്ച വൈകിട്ട് 6:30 85-ാമത്തെ വയസ്സിൽ പ്രിയം വെച്ച കർത്താവിന്റെ നിത്യരാജ്യത്തിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായി. ആശ്വസിപ്പാനും ഒക്കെ ദൈവമക്കളെയും ദൈവദാസന്മാരെയും ഒക്കെ ദൈവം കൃപ നൽകി. താൽക്കാലികമായി ഇവിടെയുള്ള മോർച്ചറിയിൽ ഭൗതിക ശരീരം സൂക്ഷിപ്പാൻ അവസരം നൽകി. രാവിലെ സമയം പ്രാർത്ഥനയുടെ വിലാപയാത്രയായി ഭവനത്തിലേക്ക് ഭൗതിക ശരീരമായി നാം കടന്നു പോകുന്നു. ഭവനത്തിലും സെമിത്തേരിയിലും നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ ഓർപ്പിക്കാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിവുള്ളവരാണ്. വളരെ ബുദ്ധിയോടും പരിജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ കുടുംബാംഗങ്ങളിൽ പ്രിയപ്പെട്ടവരൊക്കെ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അമ്മാമ്മ ഒരു നിഴല് പോലെ ചാനോട് ഒരുമിച്ച് അവസാന സമയങ്ങളിൽ ആയിരിക്കാനുള്ള ഭാഗ്യം ദൈവം നൽകി. വളരെ ആത്മാർത്ഥമായി അച്ഛനെ ശുശ്രൂഷിച്ചു. എല്ലാ ശുശ്രൂഷകളും ചെയ്തെടുക്കാനിടയായി. മക്കൾ 3 പേരും അവരുടെ കുടുംബങ്ങളും വളരെ ആത്മാർത്ഥമായി പിതാവിനെ ശുശ്രൂഷിച്ചു. ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈ പിതാവിന് വേണ്ടി ചെയ്യുവാൻ ദൈവം അവർക്കും അവസരം നൽകി. കർത്താവിന്റെ സമയമായപ്പോൾ നിത്യവിശ്രമത്തിനായി ദൈവസന്നിധിയിലേക്ക് തന്റെ ദാസനെ കർത്താവിടെ ചേർത്തു. മാനുഷികമായി നമുക്കൊക്കെ വേർപാട് ദുഃഖമാണെങ്കിലും ദുഃഖത്തെ കവിയുന്ന ഒരു വലിയ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ ചാനെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയുമെന്നുള്ള ആ വലിയ പ്രത്യാശ, ആ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളെല്ലാം ദൈവം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. എന്റെ വചനത്തിൽ കാണുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും ഏതൊരു സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വന്നു കർത്താവ് നൽകുന്ന ആശ്വാസം, അങ്ങ് നൽകുന്ന സമാധാനവും കർത്താവിന്റെ കൈക്കൊള്ളുക. ദൈവം ഞങ്ങളെ യോഗ്യരാക്കി കൃപയ്ക്കായി സ്തോത്രം. അനുവദിച്ചു കൊടുത്ത ആയുസ് ബുധനാഴ്ച വൈകിട്ട് 6:30 ചെയ്യണം. മക്കൾ 3 പേരെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളും ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ഞങ്ങളുടെ ദാസൻ ബിജു പാസ്റ്ററേയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർക്കുകയും പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദിവ്യമാകുന്ന സമാധാനം അവരുടെ എല്ലാ ഹൃദയങ്ങളും കർത്താവ് നൽകണമേ. കുടുംബാംഗങ്ങളായി ചർച്ചക്കാരായി ദൈവമക്കളെ എവിടെയായിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് ആമേൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഭവനത്തിലേക്ക് ഭൗതിക ശരീരമായി കടന്നു പോകുന്ന കർത്താവേ, ഭവനത്തിലും സെമിത്തേരിയിലും നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ പിതാവേ. ആമേൻ. ആമേൻ.
നമ്മൾ ജീവിതമോ
ചില വാക്യങ്ങൾ. എന്നാൽ ക്രിസ്തു മുദ്രകൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നാം ഉയർപ്പിച്ചിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മനുഷ്യരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിച്ചിരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിച്ചിരിക്കപ്പെടും. ഓരോരുത്തരും താതാന്റെ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവനെല്ലാ വാഴ്ചയും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യവും പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴ്പ്പെടുത്തുന്നവൻ ഒഴികട്ടെ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടതിനു ശേഷം ദൈവം സകലത്തിനും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴ്പ്പെടുത്തേണ്ടതിന് കീഴ്പ്പെട്ടിരിക്കും. എല്ലാ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർത്തുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? ഞങ്ങൾ നാഴികൾ വരുന്നവരും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? സഹോദരന്മാരെയും കർത്താവായ യേശു ക്രിസ്തുവിൽ എനിക്ക് നിങ്ങൾക്കായുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്യുക. വെറും മനുഷ്യൻ എന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ഞാൻ തിന്നുകയും കുടിക്കുക നാളെ ചാവുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാകാലം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മതരായി ഉണരുകയും പാപം ചെയ്തിരിക്കുകയും. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പക്ഷേ മുഴുവൻ മരിച്ചവൻ എന്നാൽ ഉയർത്തുന്നുവെന്നും ഏതുവിധം ശരീരത്തോട് വരുന്നുവെന്നും ചോദിക്കും. കൂടാ നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുകയില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുന്നവന് ശരീരമല്ല, കോടതിയുടെയും മറ്റ് വല്ലതിൻ്റെയോ മണിയൊക്കെ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ശരീരവും ഓരോ വിത്തിനും അതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങൾ ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ്സുകൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർത്തുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിച്ചിരിക്കുന്ന ആത്മാവായിരുന്നു. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീക പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗീയനിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവനെ പോലെ, മണ്ണുകൊണ്ടുള്ളവരുടെ സ്വർഗീയനെ പോലെ സ്വർഗീയവും ആകുന്നു. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ദൈവത്തിരുനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. നാം സ്നേഹിക്കുകയും നമ്മെ വളരെയേറെ സ്നേഹിക്കുകയും ചെയ്തു. ഏത് സമയവും നിറഞ്ഞ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ നമ്മെ സ്വീകരിച്ചിരുന്ന കർത്താവിന്റെ ദാസൻ ദൈവം ഈ ഭൂമിയിൽ അനുവദിച്ചു കൊടുത്ത ദീർഘ 85 സംവത്സരം സന്തോഷവാനായി ജീവിക്കുവാൻ ആയുസ്സിന്റെ നല്ല ഒരു കാലഘട്ടം കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സാവകാശം നൽകി. ദൈവസഭയോടുള്ള ബന്ധത്തിലും ദൈവമക്കളോടും ദൈവദാസന്മാരോടൊക്കെയുള്ള ബന്ധത്തിൽ വളരെ സ്നേഹത്തോടും വളരെ ആത്മാർത്ഥതയോടും കൂടെ എല്ലാവരെയും സ്നേഹിക്കുവാനും കരുതുവാനും എല്ലാ ദൈവമക്കളുടെയും ആവശ്യങ്ങളിൽ ഓടിയെത്തുവാനും പ്രാർത്ഥിപ്പാനും ധൈര്യപ്പെടുത്തുവാനും ഒക്കെ അച്ഛൻ വളരെ ഉത്സാഹവും ആത്മാർത്ഥതയും കാണിപ്പാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ജീവിതത്തിന്റെ ഒടുവിലത്തെ ചില മാസങ്ങൾ ശാരീരികമായി ക്ഷീണിതനായി ആശുപത്രിയിലും ഭവനങ്ങളിലുമായി കഴിഞ്ഞുകൂടേണ്ട അവസ്ഥ സംഭവിച്ചു. ആ സന്ദർഭത്തിലൊക്കെ മാനുഷികമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ ശുശ്രൂഷകളും പ്രിയമാമയ്ക്കും മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും
ചെയ്യുവാനും വളരെ ആത്മാർത്ഥതയോടെ അച്ഛനെ ശുശ്രൂഷിപ്പാനും ദൈവം സാവകാശം നൽകി. കഴിഞ്ഞ ബുധനാഴ്ച സന്ധ്യയ്ക്ക് 6:30 പ്രിയമച്ച കർത്താവിന്റെ നിത്യമായ രാജ്യത്തിലേക്ക് തന്റെ ദാസൻ നമുക്ക് മുമ്പേ വിശ്രമത്തിനായി കടന്നുപോയി. മാനുഷികമായ വേർപാട് നമുക്കൊത്തിരി ദുഃഖമുളവാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ആ ദുഃഖത്തെയും വേദനയും കവിയുന്ന ഒരു വലിയ പ്രത്യാശ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ മോർച്ചറിയിൽ നിന്ന് ഭൗതിക ശരീരം ഭവനത്തിൽ കൊണ്ടുവരുവാനും ഭവനത്തിലെ ശുശ്രൂഷകൾ പ്രാർത്ഥനയോടെ നടത്തപ്പെടുവാൻ ദൈവം സാവകാശം നൽകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യങ്ങളും പരിതസ്ഥിതികളൊക്കെ ഞാൻ ഓർപ്പിക്കാതെ തന്നെ നാം എല്ലാവരും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. ആ നിലയിൽ വളരെ പരിജ്ഞാനത്തോടെ വിവേകത്തോടെ കാര്യങ്ങളൊക്കെ ക്രമീകരിപ്പാൻ ഞങ്ങളും ബന്ധപ്പെടുന്നു. എല്ലാവരും ആ കാര്യങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ നമുക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ശുശ്രൂഷകളും അതിൻ്റെ സമയവും ദൈർഘ്യവും അതേ കാര്യങ്ങളൊക്കെ ആ പ്രാർത്ഥനയോടെ ക്രമീകരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാർത്ഥമായി ഈ കാര്യങ്ങളൊക്കെ സഹകരിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. സാധാരണ സംസ്കാര ശുശ്രൂഷ നടക്കുന്ന സന്ദർഭങ്ങളിൽ ധാരാളം ദൈവദാസന്മാരും ദൈവമക്കളും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന് ദുഃഖത്തിൽ പങ്കുചേരുവാനും ആശ്വാസത്തിന്റെ വചനങ്ങൾ അറിയിപ്പാനൊക്കെ അവസരങ്ങൾ ലഭിക്കും. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നമുക്ക് അനുവദനീയമല്ല. ആ നിലയിൽ അത്യാവശ്യമായി കടന്നു വരേണ്ട ദൈവദാസന്മാർ ധാരാളം പ്രിയപ്പെട്ടവര് ഇന്നലെയും ഇന്നുമൊക്കെയായി വിളിച്ചിരുന്നു. അവർക്കൊന്നും എത്തിച്ചേരുവാനുള്ള സാവകാശമില്ല. എങ്കിലും അവരായിരിക്കുന്ന സ്ഥലത്ത് ലൈവായി ശുശ്രൂഷകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് അറിയിക്കുകയുണ്ടായി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവം സംസാരിക്കാം. ബഹുമാന്യനായ മോൻസൺ പാസ്റ്റർ ടി ജെ എബ്രഹാം അവരുകൾ IPC കുമ്പനാട് ഡിസ്ട്രിക്റ്റിന്റെ അസോസിയേറ്റ് സെൻട്രൽ മിനിസ്റ്ററായി വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ വേല ചെയ്യുന്ന ഞങ്ങളെല്ലാവരും സ്നേഹിക്കുകയും വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസനാണ്. ഇന്നലെ ഈ മരണവാർത്ത ഞാൻ വിളിച്ചറിയിച്ചു. ഏതെങ്കിലും സാവകാശമുണ്ടെങ്കിൽ സന്തോഷത്തോടെ എത്തിച്ചേരാമെന്ന് എന്നെ അറിയിച്ച് കർത്താവിന്റെ ദാസൻ കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ നമ്മോട് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം കൃപ നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക സ്നേഹവും വന്ദനവും ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേക നന്ദിയും ഈ സമയം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ജോൺ പാസ്റ്റർ അല്പം നേരത്തെ ദൈവം കടന്നു വന്ന ഭവനത്തോടുള്ള ബന്ധത്തിൽ അച്ഛനോടുള്ള ബന്ധത്തിലും വളരെ സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെയുള്ള ദൈവദാസനാണ്. ഈ കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ സുമിത്ത് ഇവിടെ ആയിരിക്കുന്നു. പ്രിയ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവം സംസാരിക്കാം. പ്രിയ ജോൺ പാസ്റ്റർ പ്രാരംഭത്തിൽ 1-2 വാക്കുകൾ പ്രത്യാശയുടെ വാക്കുകൾ അറിയിക്കും. അതിനുശേഷമായി ബഹുമാന്യനായ ടി ജെ എബ്രഹാം പാസ്റ്റർ അവരുകൾ അല്പസമയം ദൈവവചനം നമുക്ക് നൽകിത്തരും. കർത്താവദാസൻ അതിനുശേഷം പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയി. കർത്താവിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാസത്തെ എനിക്ക് 1990 മുതൽ പരിചയമാണ്. അന്ന് ഞങ്ങളെല്ലാവർക്കും പാലക്കാട് ഒരുമിച്ച് പോവുകയായിരുന്നു. കാസ്റ്റ് കൊണ്ടാടി എന്ന് പറയുന്ന സ്ഥലത്ത്, തൃശ്ശൂരിനടുത്ത് കൊണ്ടാടി എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷയിലായിരിക്കുമ്പോൾ പ്രിയാമാമയും പാസ്റ്ററുടെ അവിടെ വന്ന് ശുശ്രൂഷയിലായിരിക്കുന്ന കാലം മുതൽ പ്രിയ പാസ്റ്റർ എനിക്ക് പരിചയമുണ്ട്. അതിനുശേഷം എവിടെ കണ്ടാലും സണ്ണിമോനെ എന്ന് പറഞ്ഞ് വീട്ടിൽ വിളിക്കുന്ന പേര് സണ്ണിമോനെ എന്ന് പറഞ്ഞ് സണ്ണിയെന്നായതുകൊണ്ട് സണ്ണിമോനെ എന്ന് പറഞ്ഞ് അടുത്ത് വന്ന് കുശല പ്രശ്നങ്ങൾ നടത്തി എൻ്റെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഭവനത്തിലുള്ള മിക്കവാറും എല്ലാവരുടെയും ഈ പ്രിയ പാസ്റ്റർക്ക് പരിചയമുണ്ട്. അത് ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് തന്നെയുമല്ല, അതിലുപരി തന്നെ ഇന്നലെ ഈ കർണാടകയിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ സ്റ്റേറ്റ് കൗൺസിൽ അംഗവും കേരള സ്റ്റേറ്റ് കൗൺസിൽ അംഗമായിരിക്കുന്ന സജി മത്തായി കാലേക്ക് വിളിച്ചു.
അന്ന് എനിക്ക് ഈ പാസ്റ്റുമായിട്ട് കൂടുതൽ അടുക്കാനുള്ളൊരു സമയം ഉണ്ടായത്. എൻ്റെ അമ്മാച്ചനാണ് സജി മത്തായി കാതേക്കിൻ്റെ ഭാഗം. അദ്ദേഹം അവർ നെയ്യാറ്റിൻകരയിൽ നിന്ന് 91 കാലഘട്ടത്തിൽ, അമ്മാമയ്ക്ക് അതെല്ലാം വളരെ ഓർമ്മ കാണുമെന്ന് എനിക്ക് വിചാരിക്കുന്നു, 91 കാലഘട്ടത്തിൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് സ്ഥലമെല്ലാം വിറ്റ് അവർ കൊണ്ടാഴി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ ഈ പാസ്റ്ററും അമ്മാമ്മയുമാണ് അവരെ സ്വീകരിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ആരാരുമില്ലാതെ കടന്നു ചെല്ലുമ്പോൾ ആ സഭയിലുള്ള പാസ്റ്ററിൻ്റെയും വിശ്വാസികളുടെയും സ്നേഹമാണ് അവരെ ആ സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തുന്നത്. അങ്ങനെ ഈ പാസ്റ്ററുടെ സ്നേഹവും സന്തോഷവും അതുപോലെ തന്നെ അവിടത്തെ ആ കൊണ്ടാഴി സഭയിലിരുന്ന എടുത്തു പറയത്തക്ക പാസ്റ്റർമാരുടെ പേരുകളിലെ കൂട്ടത്തിലാണ് പ്രിയ വർഗീസ് പാസ്റ്റർ എന്നൊരു തർക്കമില്ല. ഇന്നലെ രാത്രിയിൽ അവരെ ചിലരൊക്കെ എന്നെ വിളിച്ചിരുന്നു, അവർക്ക് ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ സ്ഥിതി കാരണം വരുവാനായിട്ട് സാധ്യമല്ല. ആ സഭയുടെയും പ്രത്യേക കാതേട്ട് കുടുംബത്തിൻ്റെയും അനുശോചനം ഈ സമയത്ത് പ്രത്യാശ ഞാൻ പങ്കുവയ്ക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ നമ്മെ വിട്ട് കടന്നുപോയെങ്കിലും ഇത്രയും നാളും ഈ ലോകത്തിൽ പ്രയാസമുള്ള ദുഃഖമുള്ള ഈ നാട്ടിൽ നിന്ന് പ്രത്യാശയോടെ സന്തോഷമുള്ള നാട്ടിലേക്ക് എത്തിച്ചേർന്നു. അത് നമ്മുടെ ജീവിതത്തിന് ഒരു സന്തോഷമാണെങ്കിലും വീണ്ടും പ്രത്യാശയോടെ ഞങ്ങളായിരിക്കുന്നു. വീണ്ടും ആമേൻ ഈ മുഖം കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ പ്രത്യേക ഞങ്ങളുടെയും ഞാൻ ശുശ്രൂഷിക്കുന്ന ശാലേം IPC ഓദർ ചർച്ചിന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധമായിരിക്കുന്ന ദുഃഖവും പ്രത്യാശയും ഈ തരുണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. സമയം അനുവദിച്ചെന്ന് കർത്താവിൻ്റെ ദാസനോട് നന്ദി സ്നേഹം അറിയിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കുമാറാണ്. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ എവിടെയാണ്, താൻ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ അറിയുന്നത് നമ്മുടെ ക്രിസ്തീയ പ്രത്യാശയ്ക്ക് കൂടുതൽ ഉറപ്പേകുവാനിടയായിത്തീരും. ഇവിടെ ഒരു തടിപ്പെട്ടിയിൽ നാം കാണുന്നത് വാത്സല്യ കർത്തൃദാസനെ അല്ല, തനിക്ക് ലോകത്തിൽ വസിക്കുവാൻ ദൈവം കൊടുത്ത ഒരു മൺകൂട് മാത്രമാണ്. മൺകൂട് മാത്രം. കർത്താവിൻ്റെ ദാസൻ ലിമിറ്റുകളില്ലാത്ത കഷ്ടങ്ങളോ നിന്ദകളോ അപമാനങ്ങളോ രോഗങ്ങളോ പകർച്ചവ്യാധികളോ ഒന്നും പിടിക്കാത്ത സ്വർഗീയ വീട്ടിൽ ദൈവമുഖം കണ്ടുകൊണ്ട് ഇപ്പോൾ വിശ്രമിക്കുന്നു. നാം ഏവരും മരണത്താൽ ഇതുപോലെ ലോകത്തിൽ നിന്ന് ഒരിക്കൽ മാറ്റപ്പെടണം. ചോദ്യം ഇതാണ്, ഇവിടെ നിന്ന് മരണത്താൽ മാറ്റപ്പെടുന്നവർ രണ്ടിടത്തേക്കാണ് പോകുന്നത്. ഒന്നുകിൽ ദൈവത്തോട് കൂടെ സ്വർഗീയ വാസത്തിന്, അല്ലെങ്കിൽ പാപത്തിന്റെ ശമ്പളമായ മരണത്തിന്റെ ശേഷമുള്ള നിത്യനരകം. ഇതിൽ എവിടേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. മനുഷ്യൻ ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് സാധിച്ചെടുക്കേണ്ട ഏറ്റവും വലുത് അവന്റെ നിത്യത സംബന്ധിച്ച നിശ്ചയമാണ്. അതിനാണ് ദൈവം മനുഷ്യന് ഒരായുഷ്കാലം ഇവിടെ കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചു വളർത്തപ്പെട്ടവനാണ് ഞാനെങ്കിലും ഈ സത്യത്തെ ഉള്ളതുപോലെ മനസ്സിലാക്കിയത് എന്റെ 19ാമത്തെ വയസ്സിലാണ്. ഇപ്പോൾ 69 വയസ്സിൽ നിൽക്കുന്നു. കൃപയാൽ ഈ 19ാമത്തെ വയസ്സിൽ എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്, എന്റെ ഉടമസ്ഥനായ ദൈവം ഈ ലോകത്തിലെ ഒരു ജീവിത കാലം കൊണ്ട് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി ആ സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനും ആ കർത്താവിന്റെ വേല തിരഞ്ഞെടുക്കുവാനും ദൈവം എനിക്കിടയാക്കി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചുറ്റുപാടുകളിലുള്ള സംഭവങ്ങളെ ഒക്കെ സൂക്ഷിച്ചു നോക്കിയാൽ സംഭവങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന് ഭൂമിയിൽ അനുവദിക്കപ്പെട്ട കാലങ്ങൾ കഴിയാൻ പോകുന്നു. ഈ ലോക ജീവിതം അവസാനിപ്പാൻ പോകുന്നു. മനുഷ്യനു വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യ ജീവിതത്തിലേക്ക് അവൻ പ്രവേശിപ്പാൻ സമയങ്ങൾ അടുത്തു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ സകല പരിമിതികളും ഈ ദിവസങ്ങളായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പരിമിതികളില്ലാത്ത
ഒരു ജീവിതം, സ്വർഗീയ ജീവിതം, അതിനായി നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കർത്താവിന്റെ ദാസനും കുടുംബവുമായി എനിക്ക് ആഴമുള്ള ബന്ധം ദൈവം തന്നു. ആ ബന്ധം എന്നും നിലനിർത്തുവാനും ദൈവം എനിക്കിടയാക്കി. പ്രിയ മകനുമൊക്കെയായി എത്രയോ വളരെ നല്ല ബന്ധം ഞങ്ങൾ വർഷങ്ങളായി പാലിക്കുന്നു. ദുഃഖത്തിന്റെ അളവിൽ എങ്ങനെയെങ്കിലും ഇവിടെ വരെ എത്തുവാൻ ഞാൻ ശ്രമിച്ചു. കുമ്പനാട് ജംഗ്ഷനിൽ നിന്ന് 15-20 മിനിറ്റിനകം ഞാൻ തിരികെ വരും എന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. എന്നാലും ഇവിടത്തോളം വരുവാൻ ദൈവം സഹായിച്ചത് ഓർത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ദുഃഖവേളയിൽ നിങ്ങളോടൊപ്പം അല്പനിമിഷങ്ങൾ ചിലവിടുക, ക്രിസ്തീയ പ്രത്യാശയെ കുറിച്ച് ഒരു വാക്കെങ്കിലും ഉറക്കെ പറയുക, അത് വളരെ സന്തോഷമായി തോന്നി. തട്ടക്കാട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ, അവിടെ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന ശ്രേഷ്ഠനായ ദൈവദാസൻ ഒക്കെയായിട്ട് എനിക്ക് വളരെ ആഴമുള്ള ബന്ധമുണ്ട്. പ്രിയ ചാണ്ടിച്ചായൻ തട്ടക്കാട് സഭയിലെ വിശ്വാസി ഇവിടെയാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് കുമ്പനാട് സെൻട്രൽ കമ്മിറ്റിയിൽ കഴിഞ്ഞ ദീർഘനാളുകളായി സെന്ററിന്റെ ഭരണത്തോടുള്ള ബന്ധത്തിൽ പ്രവർത്തിപ്പാനും ദൈവം എനിക്ക് ഇടയാക്കുന്നുണ്ട്. കർത്താവിന്റെ ദാസനുമായും കഴിഞ്ഞ ചില നാളുകളായി വളരെ ആത്മാർത്ഥമായ ബന്ധം പുലർത്തുവാൻ ദൈവം ഇടയാക്കുന്നു. കുമ്പനാട് സെൻട്രലിലെ സഭകളോടുള്ള ബന്ധത്തിൽ ഈ തട്ടക്കാട്ട് സഭയ്ക്കുള്ള ദുഃഖം സെൻട്രലിലെ 65 കൂടിവരവുകളിലും ഉള്ള ദുഃഖമാണ്. ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും ഈ സമയം അറിയിക്കട്ടെ. ദീർഘമായ വാക്കുകൾ പ്രസ്താവിപ്പാൻ കഴിയുന്ന ആവശ്യമുള്ള ഒരു സമയമല്ലതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നെ കേൾക്കുന്ന ചുരുക്കം പേരാണെങ്കിലും നിങ്ങൾ എല്ലാവരോടും ഞാൻ പറയുന്നത്, ഇന്ന് മരണം സംഭവിച്ചാൽ സ്വർഗീയ ജീവിതത്തിനായി ദൈവ വചനപ്രകാരം ഒരുങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനപ്രകാരം തങ്ങളുടെ ജീവിതത്തെ ഒരുക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്റെ അന്ത്യം സംഭവിക്കുകയാണെങ്കിൽ, അല്ല സ്വർഗീയ കാഹളം ധ്വനിക്കുകയാണെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് ചേരാമെന്ന ഉറപ്പും പ്രത്യാശയും ദൈവം എനിക്ക് തന്നിരിക്കുന്നു. ആ പ്രത്യാശയും ഈ സമയത്ത് ദൈവനാമ മഹത്വത്തിനായി ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവ് തന്റെ വചനങ്ങളാൽ നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം തന്നെ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം തലവണക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വേല ചെയ്യുവാൻ അവിടുന്ന് കൊടുത്ത ഒരു ആയുഷ്കാലം അവിടുത്തെ ശ്രേഷ്ഠദാസനെയും കുടുംബത്തെയും കർത്താവ് ഒരുക്കി. നിന്റെ ദാസി നിന്റെ വേലയിൽ കഴിഞ്ഞ നാളുകൾ നിന്റെ ദാസനോടൊപ്പം അധ്വാനിപ്പാൻ അവിടുന്ന് കൃപ ചെയ്തു. വേർപാടിന്റെ ദുഃഖം പേറുന്നുണ്ട്, എന്നാൽ അതിനപ്പുറത്ത് ദൈവവചനപ്രകാരമുള്ള വലിയ പ്രത്യാശയും ധൈര്യവും നീ കൊടുത്തിരിക്കാൻ സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ മക്കൾ ഈ ലോകത്തിലുള്ളവരൊക്കെ കർത്താവിന്റെ വചനപ്രകാരം ജീവിച്ച് നിത്യതയ്ക്ക് അവകാശികളായി തീരണമെന്ന ഞങ്ങളുടെ വലിയ ആഗ്രഹം കർത്താവ് അറിയുന്നല്ലോ. ആകയാൽ ഞങ്ങളുടെ തലമുറയും സത്യത്തിന് വേണ്ടി നിന്ന് നിത്യതയ്ക്ക് അവകാശികളായുവാൻ നീ ഞങ്ങളുടെ തലമുറകളെ സഹായിക്കേണ്ടതിന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും, എല്ലാ സഭാവിശ്വാസികളെയും, സ്നേഹിതരെയും, പ്രിയപ്പെട്ടവരെയും നിന്റെ വചനത്താൽ നീ ആശ്വസിപ്പിക്കണമേ കർത്താവേ. അവിടുത്തെ വചനത്തിന്റെ ഉറപ്പും പ്രത്യാശയും ഞങ്ങൾ ആവർത്തിച്ച് ഓർക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ദിനം ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ച് അവിടുത്തെ ശുശ്രൂഷയിൽ പൂർണ്ണതയായി തികയ്ക്കുവാൻ കൃപ ചെയ്ത അവിടുത്തെ ദാസനും ഉയർത്തെഴുന്നേറ്റ് വരും. തേജസ്സിന്റെ ശരീരത്തിൽ ഞങ്ങൾ വീണ്ടും സമ്മേളിക്കും. ആ വലിയ പ്രത്യാശയ്ക്കായി നന്ദിയോട് സ്തോത്രം. ആ പ്രത്യാശയ്ക്ക് അർഹരായി തീരാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നവരായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരായി ഉണ്ടെങ്കിൽ ദൈവമേ, നീ അവരോട് സംസാരിക്കണമേ. ലോകത്തിൽ നീ ഞങ്ങൾക്ക് തരുന്ന ആയുഷ്കാലം വളരെ വിലപ്പെട്ടതാണെന്ന് ഓർത്തുകൊണ്ട് അത് നഷ്ടമാക്കാതെ നിത്യതയ്ക്കായി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ കൃപ ചെയ്യണം. നിന്റെ സമാധാനം നിന്റെ ജനത്തോടുകൂടെ ഇരിക്കട്ടെ. ശുശ്രൂഷകളെ മാനിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ.
ഈ സമയത്തിന് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കും. കർത്താവിന്റെ അഭിഷിക്തനിലൂടെ കേൾപ്പിച്ച നമുക്ക് പ്രത്യാശ നൽകുന്ന നല്ല വചനങ്ങൾക്കും ആശ്വസിപ്പിക്കുന്ന നല്ല വാക്കുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാന്യ പാസ്റ്ററോട് ഈ ഭവനത്തിന്റെ പേരിലുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയം അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. പ്രത്യാശയുടെ ഗാനത്തിന്റെ 1-2 ചാൻസുകൾ ഈ സമയം നമുക്ക് ചേർന്ന് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. അതിനുശേഷമായി കർത്താവിന്റെ ദാസന്മാർ അല്പാൽപസമയം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഭാഗ്യമോർക്കും തോറമേനി ആശയേറു ഭാഗ്യമോർക്കും തോറമേനി ആശയേറു പോയിടുന്നു ഭാഗ്യമുള്ളവർ മുൻപേ പോയിടുന്നു ഭാഗ്യമുള്ളവർ നന്ദിയുള്ള കഷ്ടതകൾ തീർത്തു ശുദ്ധരായവർ നന്ദിയുള്ള കഷ്ടതകൾ തീർത്തു No battery, please charge. ഭാഗ്യം എത്ര യോഗ്യം ആക്കുവാനിക്കാം ദൈവത്തിരുനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. വേർപാടിന്റെ ദുഃഖഭാരത്തിലൂടെ കടന്നു പോകുന്ന ഈ പ്രത്യേക സന്ദർഭം ദൈവം നമുക്ക് നൽകുന്ന ആശ്വാസത്തിന്റെ വാക്കുകൾക്ക് ദൈവവചനത്തിലൂടെ ലഭിക്കുന്ന നല്ല ആത്മീയ പ്രബോധനങ്ങൾക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. 85 സംവത്സരം ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പാനുള്ള അനുഗ്രഹം കർത്താവിന്റെ ദാസൻ വർഗീസ് ഭാസ്കർക്ക് ദൈവം നൽകിയപ്പോൾ തന്നെ ആയുസ്സിന്റെ നല്ലൊരു കാലഘട്ടം വിവിധ സ്ഥലങ്ങളിലാണ്
ഏകദേശം 9ഓളം പ്രാദേശിക സഭകളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ ഭാഗ്യം ദൈവം നമുക്ക് നൽകി. ഒരളവിൽ കർത്താവിന് വേണ്ടി ധീരതയോടെ നല്ല യുദ്ധ സേവ ചെയ്ത ഒരു ധീര പടയാളിക്കാണ് ഇന്ന് പകലിൽ നാം രാജകീയമായൊരു യാത്രയൊക്കെ നൽകുവാൻ പ്രാർത്ഥനയോടെ ഇവിടെയായി. കർദാസൻ ശുശ്രൂഷിച്ച സഭകൾക്കെല്ലാം ആ കാലഘട്ടത്തിലെ ശുശ്രൂഷ വളരെ അനുഗ്രഹമായി. അവിടെയുള്ള ദൈവമക്കൾ ധാരാളം പേര് കടന്നു വന്ന് ഈ ശുശ്രൂഷകളിലൊക്കെ സംബന്ധിക്കേണ്ടതാണെന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്കാർക്കും എത്തിച്ചേരുവാൻ കഴിയുന്നില്ല. അപ്പോൾ തന്നെ ലൈവായി ഈ ശുശ്രൂഷകൾ പല പ്രിയപ്പെട്ടവരും കണ്ടുകൊണ്ടിരിക്കുന്നു. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സഹകരണങ്ങൾക്കുമെല്ലാം പ്രത്യേകം ഞങ്ങൾ കുടുംബത്തിന്റെ നന്ദി ഈ സമയം അറിയിക്കുകയാണ്. തന്നെക്കാട് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ചില വർഷങ്ങളായി കുടുംബമായി സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്റെ ദാസനും കുടുംബത്തിനും സാവകാശം നൽകി. ഈ ഭവനത്തിന്റെ സഹകരണം, ആത്മീക കൂട്ടായ്മ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവദാസന്മാരോടുള്ള ബന്ധത്തിൽ, ദൈവമക്കളുടെ ബന്ധത്തിലും പ്രത്യേക ഓരോ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസന്മാരുള്ള ബന്ധത്തിൽ വളരെ ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കുവാനും അവരുടെ സഹകരിപ്പാനും നല്ല കൂട്ടായ്മ ബന്ധം നിലനിർത്തുവാനൊക്കെ ദൈവം സാവകാശം നൽകി. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. ആമേൻ. ജീവിതത്തിന്റെ ഒടുവിലത്തെ ചില മാസങ്ങൾ ശാരീരികമായി ക്ഷീണിതനായി ആശുപത്രിയിലും ഭവനത്തിലുമായിരുന്ന സന്ദർഭങ്ങളിൽ ധാരാളം ദൈവദാസന്മാർ, ദൈവമക്കൾ അടുത്തു നിന്ന് അകലെയിൽ നിന്നൊക്കെ വളരെ ദൂരെ നിന്നൊക്കെ കടന്നു വന്ന് അച്ഛനെ കാണുവാനും പ്രത്യാശയുടെ വചനങ്ങൾ നൽകി ആ സമയത്ത് അച്ഛനെ ബലപ്പെടുത്തുവാനും പ്രാർത്ഥിപ്പാനും ദൈവം അവസരം നൽകി. തട്ടേക്കാട് ദൈവസഭയും അവിടെയുള്ള എല്ലാ ദൈവമക്കളും ഒരു ദിവസം പോലും മറക്കാതെ അച്ഛന്റെ ആശ്വാസത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി വളരെ ആത്മാർത്ഥതയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാനിടയാണ്. എന്നാൽ കർത്താവിന്റെ ഇഷ്ടം, കർത്താവിന്റെ ഹിതം മറിച്ചായിരുന്നു. 85 സംവത്സരം ഈ ലോകത്തിൽ ജീവിപ്പാനുള്ള അവസരം തന്റെ ദാസന് കർത്താവ് നൽകി. ബുധനാഴ്ച വൈകിട്ട് 6:30 ദൈവം അനുവദിച്ചു കൊടുത്ത ആയുസ് തീർന്നപ്പോൾ നിത്യവിശ്രമത്തിനായി തന്റെ ദാസനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിന്റെ ഹിതത്തെയും ഇഷ്ടത്തെയും ചോദ്യം ചെയ്യുവാൻ നാം ആരും യോഗ്യരല്ലല്ലോ. കർത്താവെല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. തട്ടേക്കാട് ദൈവസഭയോടുള്ള ബന്ധത്തിൽ അവിടെ ശുശ്രൂഷിച്ച ദൈവദാസന്മാരുടെ കാലഘട്ടങ്ങൾ കർത്താവിന്റെ ദാസനും ഈ കുടുംബവും എല്ലാവർക്കും വളരെ ആശ്വാസവും വളരെ സന്തോഷമായിരുന്നു. ആമേൻ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയിൽ കഴിഞ്ഞാൾ ശുശ്രൂഷിച്ച ദൈവദാസന്മാർ, ബഹുമാനായ പാസ്റ്റർ ഗിൽഗാൽ ആശ്വാസ ഭവനോടുള്ള ബന്ധത്തിൽ വളരെ സ്നേഹവും ആത്മാർത്ഥതയും കൂട്ടായ്മയും കാണിച്ചൊരു ഭവനമാണ് ഈ ഭവനം. അതുപോലെ പാസ്റ്ററും കുടുംബവും അച്ഛനോടും ഈ കുടുംബത്തോടും വളരെ സ്നേഹത്തോടും വളരെ ആത്മാർത്ഥതയോടും കൂടെ കഴിഞ്ഞാളുകളിൽ ശുശ്രൂഷിപ്പാനൊക്കെ ഇടയായ അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ അല്പസമയം ആശ്വാസന്റെ വാക്കുകളും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചില ആത്മീയ പ്രബോധനങ്ങളും നമുക്ക് നൽകി തരും. ആമേൻ. അതിനുശേഷമായി ബഹുമാനായ സാങ്കുട്ടി പാസ്റ്റർ ചില വർഷങ്ങൾ തലേക്കാട് സഭയിലെ ശുശ്രൂഷ നിർവഹിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. ഇന്നും ദൈവസഭയുടെ എല്ലാ ആവശ്യങ്ങളിലും ഓടി വന്ന് വളരെ ആത്മാർത്ഥമായി കൂട്ടായ്മ കാണിക്കുന്ന കർത്താവിന്റെ ദാസന്റെ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ആവശ്യമായ ദൈവത്തിന്റെ വചനം, പ്രത്യാശ നൽകിയ ദൈവിക സന്ദേശം കർത്താവിന്റെ ദാസനും നൽകി തരും. ദൈവദാസന്മാരെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. മറുകരയിൽ നാം കണ്ടിടും മറുവിലായി തന്നവനെ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണാൻ പ്രിയരയാദിനത്തിൽ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണാൻ
പ്രിയരയാദിനത്തിൽ നമുക്കെല്ലാം വളരെ പ്രിയങ്കരായിരുന്ന പാസ്റ്ററുടെ ഏർപ്പാടിൽ നൽകാൻ ആശ്വാസവും കുടുംബം ഈ ഭവനത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഒരു ആയുസ് മുഴുവൻ ഓടിയ കാലുകളാണ് നിശ്ചലമായിരിക്കുന്നത്. ഒരായുസ് മുഴുവൻ അറിഞ്ഞവനെ സ്തുതിച്ച, അറിഞ്ഞവനെ പ്രകീർത്തിച്ച നാവാണ് അടഞ്ഞത്. എന്നാൽ തന്റെ ഓട്ടം അവസാനിച്ച് നിത്യവിശ്രമത്തിനായി കർത്താവ് തന്നെ ചേർക്കുവരുടെയാണ്. നമുക്ക് താൻ നഷ്ടമായെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ താൻ ഏറ്റവും പ്രിയനായി കർത്താവിനോട് കൂടെയായിരിക്കുന്നു. ഇന്നത്തെ സാഹചര്യം നാം എല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ഈ വാത്സല്യ പിതാവിന് കിട്ടിയ ശുശ്രൂഷകൾ ഓർത്താൽ മാത്രം മതി, അതൊരു അനുഗ്രഹമായിരുന്നു. ഈ ശുശ്രൂഷകളൊന്നും ലഭിക്കാതെ, ഒരു സംസ്കാരം പോലും ലഭിക്കാതെ ശവശരീരം എങ്ങനെ മറവ് ചെയ്യും, എവിടെ മറവ് ചെയ്യും? ആ നിലയിൽ സമ്പന്ന രാജ്യങ്ങൾ പോലും താളം തെറ്റി പ്രാകൃതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കർത്താവ് വരാറായി. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ അനേക ദൈവദാസന്മാർ എത്ര സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ കൺവെൻഷൻ വേദികളിൽ ശക്തമായി പ്രകീർത്തിച്ച യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള സന്ദേശം ഇന്നൊരു യോഗങ്ങളിലും പറയാൻ സാധിക്കുന്നില്ല. അത്രമാത്രം സാഹചര്യങ്ങൾ മാറി. എന്നാൽ ഒരു കാര്യം സത്യമാണ്, ഇതിൽ അയവർക്കിന്റെ കാലമാണ്. അയവർക്കാൻ മാത്രമേ നമുക്ക് പറ്റുന്നുള്ളൂ. ഒരു കൂട്ടായ്മ കൂടാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസി പറയാൻ, ഒരു പ്രാർത്ഥന കൂടാൻ കൊതിയാകുന്നു. കാരണം നമ്മളെ പഠിപ്പിക്കുകയാണ്. നാം കഴിഞ്ഞ കാലങ്ങൾ കേട്ടതും കഴിഞ്ഞ കാലങ്ങൾ അറിഞ്ഞതും കഴിഞ്ഞ കാലങ്ങൾ അനുഭവിച്ച ശുശ്രൂഷകളും അയവിറക്കി ഭവനത്തിന്റെ ഉൾമുറിയിൽ യെശയ്യാപ്രവചനം 26:20 പറയുന്ന പോലെ അറകളിൽ കിടന്ന് വാതിലടച്ച് അല്പസമയം ഒളിച്ചിരിക്കേണ്ട ഒരു കാലം. ഒരിക്കലും ആ പ്രവചനം ഈ നിലയിൽ നിറവേറുമെന്ന് നാം ആരും വിചാരിച്ചില്ല. അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഭൂമി തന്റെ പ്രേതന്മാരെ വിളിക്കുന്നു. അതെ, ഈ ശരീരത്തിൽ നമ്മൾ ജീവനോടെ നിന്നു, എന്നാൽ നമ്മുടെ ശരീരം മണ്ണിലേക്ക് പോകുകയാണ്. മണ്ണിൽ മരിച്ചു വീണ സകല മൃതന്മാരെയും ഭൂമി ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നൊരു സമയമുണ്ട്. വെളിപ്പാട് പുസ്തകം അത് പറയുന്നു. അതെ, കര തങ്ങളിൽ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, പാതാളം തങ്ങളിൽ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. എവിടെയെല്ലാം കിടന്ന് ആരെല്ലാം മരിച്ചുവോ, സംസ്കാരം കിട്ടിയവരും കിട്ടാത്തവരും എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ ഭൂമിയുടെ ദൗത്യം നിറവേറ്റുന്ന ഒരു സന്ദർഭമുണ്ട്. ഭൂമിയിൽ പിറന്നു വീണ സകല മനുഷ്യരും, ഭൂമിയിൽ മരിച്ചു വീണ സകല മനുഷ്യരും ഒരു കൊച്ചു കുഞ്ഞിന്റെ അനുസരണം പോലെ ഭൂമി, ഇതാ നീ എന്റെ കൈകൾ തന്ന ഈ മൃതന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ന്യായാസനത്തിന് മുൻപാകെ ഏൽപ്പിക്കുന്ന ഒരു സമയമുണ്ട്. ഈ വചനങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ഗ്രഹിക്കുവാനും നമ്മുടെ കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും ഈ നാളുകൾ ദൈവം നമുക്ക് അവസരമായി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വാത്സല്യ ഭവനം ദൈവം തങ്ങൾക്ക് നൽകിയ ശുശ്രൂഷയും ദൈവം തങ്ങളെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിറവേറ്റിയ ഒരു ഭവനമാണ്. ഞാൻ ഈ സഭയിൽ ശുശ്രൂഷിക്കുന്ന നാൾ മുതൽ പ്രിയ പാസ്റ്ററും പ്രിയ മാമയും അവർക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും, അന്ന് സഭാ ശുശ്രൂഷയിലാണ് പ്രിയപ്പെട്ടവര്, എങ്കിലും നാട്ടിൽ വരുമ്പോൾ സഭയുടെ ശുശ്രൂഷകളിൽ വളരെ സജീവമായി പങ്കെടുത്തിരുന്നു. മാത്രമല്ല പ്രിയ ബിജു പാസ്റ്റർ ജമ്മു കാശ്മീരിലായിരിക്കുന്ന സമയം തന്റെ സ്നേഹ കൂട്ടായ്മകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഗിൽഗാലാശ്വാസവിന്റെ ആരംഭ നാളുകളിൽ തന്നെ ഒരു ദിവസം ഒരിക്കൽ ഞങ്ങൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇത് മറക്കത്തില്ല. ബിജു പാസ്റ്റർ ഒരു മണി ഓർഡർ അയച്ചു തന്നു, 5000 രൂപ. ആരംഭ സമയമാണ്, ഞങ്ങളെ സഹായിക്കാൻ അധികം ആളുകളില്ല. വളരെ വളരെ ബുദ്ധിമുട്ടിരിക്കുമ്പോൾ ആ ദൈവദാസൻ നൽകിയ സംഭാവന ഞങ്ങളുടെ ഓർമ്മക്കുറിപ്പിലുണ്ട്. ആ വിലപ്പെട്ട ദൈവദാസൻ
ദൈവനിയോഗം പോലെ, ഞങ്ങളുടെ ഇല്ലായ്മ ആരോ പറഞ്ഞു നൽകുന്നത് പോലെ ഒരു പ്രത്യേക നിയോഗത്താൽ അയച്ചു തന്ന സംഭാവന ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ഗിൽഗാൽ ആശ്വാസമുള്ള ബന്ധത്തിൽ അവിടെ ഇന്ന് 350 പരം ആളുകൾ അന്തി ഉറങ്ങുന്നു. ഞങ്ങളെയും ഇപ്പോഴത്തെ സാഹചര്യം ശക്തമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ദൈവകൃപയാൽ അവിടെയുള്ള പ്രിയമുള്ളവർ ആശ്വാസമായിരിക്കുന്നു, സൗഖ്യമായിരിക്കുന്നു. അവരുടെ അന്നം മുടങ്ങിയിട്ടില്ല. ഈ കുടുംബം ഞങ്ങളോട് കാണിച്ച സ്നേഹം, കരുതൽ ഞങ്ങൾ ഓർക്കുന്നു. പ്രിയ അച്ചാന്റെ അപകടമുണ്ടായപ്പോൾ തന്നെ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ പോയി കാണുവാനിടയായി. ആ കാഴ്ച ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അത് തിരികെ ജീവിതത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല. എന്നാൽ വീണ്ടും ജീവിതത്തിലേക്ക് വന്നു. സ്കൂട്ടർ ഓടിച്ച് കൂട്ടായ്മകളിൽ പങ്കെടുക്കുവാൻ സജീവമായി കടന്നുപോയി കർത്താവിനെ മഹത്വപ്പെടുത്തി. വീണ്ടും തനിക്ക് അപകടമുണ്ടായി. ഒരു പക്ഷെങ്കിൽ കർത്താവ് ഒരു അവസരം കൊടുത്തു ശുശ്രൂഷകൾക്കായി. അതെ, ഇനിയും തന്റെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ചു. താൻ കർത്താവിനെ വിശ്രമിക്കുന്നു. അതെ, ഇനിയും തനിക്ക് വിശ്രമമാണ്. നമുക്ക് കാണാം, ഉയർപ്പിന്റെ പെൺപിലരിയിൽ ഈ വാത്സല്യ ദൈവദാസനെ കാണാം. ആ പ്രത്യാശയോടെ ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ഗിൽഗാൽ ആശ്വാസം കുടുംബത്തിന്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും എന്റെ കുടുംബത്തിന്റെയും പ്രത്യാശ രേഖപ്പെടുത്തിക്കൊണ്ട് അവസരം നൽകിയ ബഹുമാന ദൈവദാസനോട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം സ്വീകരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ വേദനയോടെയാണ് ദൈവദാസന്റെ ഭൗതിക ശരീരത്തിൽ നിൽക്കുന്നത്. അപ്പോൾ തന്നെ ക്രിസ്തീയ പ്രത്യാശയും ദൈവം തരുന്ന ഉറപ്പും അതിൽ സന്തോഷിക്കാനിടയാക്കുന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. കഴിഞ്ഞ 5 വർഷം ഞാൻ ഈ സഭയുടെ ശുശ്രൂഷകനായിരുന്നു. ഒരു സഭാ ശുശ്രൂഷ ചെയ്യുമ്പോൾ പല നിലകളിലുള്ള സന്തോഷവും സന്താപവുമായ സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പോഴെല്ലാം വളരെ ആത്മാർത്ഥമായി ശുശ്രൂഷയ്ക്ക് ഒരു കൈത്താങ്ങൽ തന്ന ആളാണ് പ്രിയപ്പെട്ട വർഗീസ് പാസ്റ്റർ. ഞങ്ങളൊന്നിൽ കുറെ കൂടെ സ്നേഹബന്ധത്തിന് ആഴമുണ്ട്. 1984-85 വർഷങ്ങളിലാണ് ഞാൻ കുട്ടനാട്ട് പഠിച്ചത്. ഞങ്ങൾ ഒരു ബെഞ്ചിൽ അപ്പുറത്ത് ഇപ്പുറത്തിരുന്ന് പഠിച്ചവരാണ്. വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നായി ഞാൻ ഈ ഭവനത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഇവിടെ സഭാശുശ്രൂഷയാകുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല. അങ്ങനെ ഞങ്ങളുടെ സ്നേഹത്തിനും ബന്ധത്തിനും കുറെ കൂടെ ആഴവും ഉറപ്പും ഉണ്ടായിരുന്നു. ഇവിടെ പ്രിൻസ് പാസ്റ്റർ പറഞ്ഞ പോലെ ചില നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ക്ഷീണിതനായ സമയത്ത് പല സന്ദർഭങ്ങളിൽ ഹോസ്പിറ്റലിൽ പോവുകയും കാണുകയും ഒക്കെ ചെയ്തു. കർത്താവ് കൊടുത്ത ആയുസ് ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഇവിടെ ജോൺസൺ പാസ്റ്റർ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സമയമായപ്പോൾ ദൈവം തന്റെ ദാസനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർത്തു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പ്രസക്ത ഭാഗമെന്ന് പറയുന്നത് ദൈവരാജ്യം എന്നുള്ളതായിരുന്നു. മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെ സംബന്ധിച്ചുള്ളതായിരുന്നു കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെ മിക്ക പഠിപ്പിക്കലും. രോഗസൗഖ്യം കർത്താവ് കൊടുത്തിട്ടുണ്ട്, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയിട്ടുണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണെങ്കിലും ദൈവരാജ്യം എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ പ്രസംഗത്തിലെ പ്രധാന വിഷയം. അതുകൊണ്ടാണ് യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ നിത്യതയെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും ഇന്നത്തെ ഉപദേശിമാര് മാത്രമല്ല പ്രസംഗിക്കുന്നത്, സാക്ഷാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് ആദ്യമേ അത് പ്രസംഗിച്ചത്. ഞാനിത് പറയാൻ കാരണം ഈ പ്രിയ പിതാവ് തൻ്റെ ജീവനുള്ള ആരോഗ്യമുള്ള സമയത്ത് യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും ചെയ്തപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാനുണ്ട്. അത് നിശ്ചയമായിട്ടും ആ പ്രാഗൽഭ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൽ ആ കുടുംബം വിശ്വസിക്കും, ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ മുമ്പ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇന്നത്തെ ദിവസം ഈ റോഡ് മുഴുവനും ഈ ഹാള് മുഴുവനും വീട് മുഴുവനും നിറഞ്ഞു കവിയുന്ന ദിവസമാണ്. പക്ഷേ ഇപ്പോഴത്തെ പശ്ചാത്തലം, ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പരിമിതമായ ആളുകൾ ഒരുങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇത്രയും സന്തോഷത്തോടെ ഈ കാര്യങ്ങൾ ഇവിടെ ക്രമീകരിക്കുമ്പോൾ സെമിത്തേരിയിൽ സാധാരണ ഏറ്റവും ഒടുവിലത്തെ ശുശ്രൂഷ നടക്കുമ്പോൾ പെട്ടി അങ്ങോട്ട് വെക്ക്, പെട്ടി ഇങ്ങോട്ട് ചരിക്ക്, അങ്ങോട്ട് ചരിക്ക്, ഇങ്ങോട്ട് ചരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിർദ്ദേശങ്ങൾ പറയുന്നത് നിങ്ങളൊക്കെ കേട്ട് കാണും. അങ്ങനെ ഒരു നിർദ്ദേശവും ഇല്ലാതെ
ഒറ്റയ്ക്ക് ഒരാള് ഒരു ബോഡി കൊണ്ടുവന്ന് കുഴിച്ചിടുന്നതൊക്കെയുള്ള രംഗങ്ങൾ ഈ ദിവസങ്ങൾ നിങ്ങളും മാധ്യമങ്ങളിലൂടെ കണ്ടു കാണുമായിരിക്കും. ഞാൻ പറഞ്ഞൊരു താല്പര്യം ഇത്രയേ ഉള്ളൂ. മനുഷ്യൻ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ എത്ര ക്ഷണികനെന്ന് മർത്യൻ എത്ര ക്ഷണികനെന്ന് അറിയുമാറാകട്ടെ. പ്രവാചകൻ വിളിച്ചു പറയുന്നു, സകല മനുഷ്യരുടെയും അവസ്ഥ ഇതാകുന്നുവെങ്കിൽ ധനവാൻ തന്റെ ധനത്തിലും ജ്ഞാനത്തിലും ബലവാൻ തന്റെ ബലത്തിലും പ്രശംസിപ്പാനില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, അത് പുതിയ നിയമത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും സമാധാനം ആചരിക്കുക. ഒരുപക്ഷെ നാളെ എന്റെ വീടിന്റെ മുറ്റത്തായിരിക്കും ഇങ്ങനെ ഒരു പന്തലുണ്ടാകുന്നത്. ഈ ചിന്ത നമുക്കൊക്കെ ഉണ്ടായെങ്കിൽ നമുക്ക് മാന്യമായും മര്യാദയായിട്ടും ജീവിക്കാൻ കഴിയും. ഇന്ന് എന്നെ കഴിഞ്ഞ് ആരുമില്ല എന്നുള്ള ചിന്തയിലാണ് മനുഷ്യന്റെ ജീവിതവും മനുഷ്യന്റെ അഹംഭാവവും. അപ്പോൾ സങ്കീർത്തനത്തിൽ പറയുന്ന വാക്ക് എത്ര ആത്മാർത്ഥതയുള്ള വചനമാണ്. ഞാൻ എത്ര ക്ഷണികൻ, വയലിലെ പൂ പോലെ, കാറ്റടിച്ചാൽ വീണു പോകുന്നത് പോലെ, പിന്നെ അതിന്റെ സ്ഥലം അതിനെ അറിയാൻ മേല. അങ്ങനെയുള്ള ജീവിതമാണ് നമുക്കൊക്കെ ഉള്ളത്. പ്രിയപ്പെട്ട ദൈവദാസൻ ദൈവം കൊടുത്ത ആയുസ് വളരെ ഭംഗിയായി അത് കഴിച്ചുകൂട്ടി യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിച്ചു. കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി താൻ ചെയ്ത സംഭാവന നല്ലൊരു കുടുംബജീവിതം, നല്ല കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് അതിൽ ഒരാള് കർത്താവിന്റെ രാജ്യത്തിന് പ്രയോജനമുള്ള ഒരു ദൈവഭൃത്യനായി മാറ്റപ്പെട്ടു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, വാത്സല്യ മാതാവ്, മക്കൾ, സഹോദരങ്ങൾ, നിങ്ങളെല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമുക്ക് വേർപാട് ദുഃഖമുളവാകുന്നുവെങ്കിലും സന്തോഷമുളവാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട പിതാവ് നഷ്ടപ്പെട്ടിട്ടില്ല, കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർന്നിട്ടില്ല. ഹല്ലേലൂയ. ഇവിടെ കയറി വരുവീൻ എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. 90 സംഘത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. അങ്ങനെ ഒരു സമയം ഇനി ഉണ്ടാകാൻ പോകുന്നു. ആ പ്രത്യാശയിൽ നമുക്ക് മുന്നേറാം. ഇവിടെയുള്ള അധിക മക്കളെയും സഹോദരങ്ങളെ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഈ അധികദാസൻ പാസ്റ്ററെ കർത്താവ് പ്രത്യേകം ബലപ്പെടുത്തട്ടെ. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കേണ്ടവരാണ്. പക്ഷേ ഞാനും വേഗത്തിൽ പോകുകയാണ്. ഗവൺമെന്റിന്റെ നിയമങ്ങൾ നമ്മളൊക്കെ പാലിക്കേണ്ടവരാണ്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ ആരംഭം മുതൽ ഒഴിവരെയും ഞങ്ങൾ ഇരിക്കാൻ സന്നദ്ധരാണ്. പക്ഷെ അത് സാധിക്കാത്തതിൽ ദുഃഖമുണ്ട്. നിങ്ങളോട് ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഒരു ദിവസം ഈ ക്ഷീണമുള്ള ശരീരത്തിലില്ല, തേജസ്സിന്റെ ശരീരത്തിൽ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ഹല്ലേലൂയ. ആ ഉയർപ്പിന്റെ പൊൻപിളരി വാത്സല്യ പാസ്റ്ററെ സ്വർഗീയ ആ ശരീരത്തോടെ കാണുവാൻ നമുക്കിടയാകും. കർത്താവ് അതിനെ സഹായിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ആ പ്രത്യാശ നൽകട്ടെ. ദുഃഖിക്കുന്ന ഹൃദയങ്ങൾക്ക് കർത്താവ് ആശ്വാസം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ദുഃഖവും ദൈവിക പ്രത്യാശയും പങ്കുവയ്ക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് തന്നെ ദാസന്മാരിലൂടെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്കുകൾക്ക് പ്രത്യാശ നൽകുന്ന നല്ല വചനങ്ങൾക്കുമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ KJ വർഗീസ് അവറുകൾ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ, കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത അഭിമാനകരമായ ദൈവപ്രവൃത്തികളെ കുറിച്ചൊക്കെ ചുരുങ്ങിയ വാക്കുകളിൽ ദൈവദാസന്മാരിലൂടെ നല്ല അനുസ്മരണങ്ങൾ നമുക്ക് കേൾക്കുവാനും ഒക്കെ ദൈവം സാവകാശം നൽകി. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കട്ടേക്കാട് സഭ അംഗവും അപ്പോൾ തന്നെ കർത്താവിന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ മാരാമൺ സഭയുടെ സഹശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവദാസൻ സുമിത്ത് ചില വാക്കുകൾ അനുസ്മരണമായി ഓർപ്പിക്കും. അതിനായി സുമിത്തിനെ ക്ഷണിക്കുന്നു. ഇതിനുശേഷമായി ഈശോച്ചാൻ ചില വാക്കുകൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ, പ്രിയാച്ചാനുള്ള ബന്ധത്തിലും ദീർഘവർഷങ്ങളായി വളരെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടെ സഹകരിച്ച പ്രിയപ്പെട്ടവനാണ് പ്രിയ ഈശോച്ചാൻ. സഭയുടെ സെക്രട്ടറി പ്രിയ ജോൺ ചാണ്ടിച്ചാൻ. ഈ പ്രിയപ്പെട്ടവരൊക്കെ ചില വാക്കുകൾ അനുസ്മരണമായി ഓർപ്പിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവം തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖവും പ്രത്യാശയും നിറഞ്ഞതായ ഈ ഭവനത്തിലെ അംഗണത്തിലായിരിക്കാൻ ദൈവമിടയാക്കി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസത്തെ സാഹചര്യങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. എങ്കിലും ഇത്രയും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് നിൽക്കുവാനിടയായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേർപാട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദുഃഖമുളവാക്കുന്നതായ ഒരു അനുഭവമാണ്. പ്രായമുള്ളവർ മരിക്കുമ്പോൾ വേദനയുടെ ആഴം ഒരല്പം കുറയുമെങ്കിലും പ്രായം കുറഞ്ഞവർ മരിക്കുമ്പോൾ അതിന് വേദനയുടെ ആഴം വളരെ കൂടുതലാണ്. എന്നാൽ
പ്രിയ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രിയ കർത്തൃദാസനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ദൈവം കൊടുത്ത ആയുസ് അത്രയും പൂർത്തീകരിക്കുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. നല്ലൊരു പിതാവായി, നല്ലൊരു ഭർത്താവായി, അതിലുപരിയായി കർത്താവിന്റെ വേല ചെയ്യുവാൻ തനിക്ക് കൊടുത്ത ആയുസ്സിൽ ദൈവം ഭാഗ്യം കൊടുത്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ തട്ടിക്കാട് സഭയിലെ ഒരു മെമ്പറാണ്. ഞാൻ അവിടെ വന്ന നാൾ മുതൽ കർത്താവിന്റെ ദാസൻ വളരെ നല്ല രീതിയിൽ ഇടപെടുകയും വേണ്ടതായ കൈത്താങ്ങലുകൾ നൽകുകയും വേണ്ടതായ ഉപദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുവാൻ ഇടയായിത്തീരുന്നത്. താൻ പ്രായമായ ഒരു ദൈവദാസനായതുകൊണ്ട് തന്നെ വളരെ പരിചയങ്ങളും വളരെ കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ എന്നിലുണ്ടാകുന്ന കുറവുകൾ അല്ലെങ്കിൽ എന്നിലുണ്ടാകുന്ന തെറ്റുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ പലപ്പോഴും കർത്താവിന്റെ ദാസന് ഇടയായിട്ടുണ്ട്. അത് ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. കർത്താവിന്റെ ദാസനിൽ നിന്ന് പറഞ്ഞു വന്നതായ ഓരോ വാക്കുകളും ഞാൻ വളരെ ആത്മാർത്ഥതയോടെ ഓർക്കുകയാണ്. കർത്താവിന്റെ ദാസനെ ഓർത്ത് തനിക്ക് ദൈവം കൊടുത്ത ആയുസ് അത്രയും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഇടയായി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അമ്മാമ്മ, കുഞ്ഞുങ്ങളൊക്കെ വേദനയിലും ദുഃഖത്തിലുമാണ്, എങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവിന്റെ വരവിങ്കൽ പ്രിയ പിതാവിനെ ആ പൊൻപുലരിയിൽ കാണാമെന്നുള്ള ഒരു പ്രത്യാശയുണ്ട്. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് മാരാമൺ IPC സഭയിലാണ്. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷിബു നെടുവേലി ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. കർത്താവിന്റെ ദാസനും ഇന്ന് പകലിവിടെ കടന്നു വരുവാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ പേരിലുള്ള പ്രത്യാശ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്റെ മാതാപിതാക്കൾ അവരും ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്, എന്നാൽ അവരും സ്ഥലത്തില്ല, വിദേശത്തായിരിക്കുന്നു. അവർ ലൈവിലൂടെ ഇത് ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ദുഃഖവും പ്രത്യാശയും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്റെ കുടുംബത്തിന്റെ പേരിലും ഞാനിപ്പോൾ ആയിരിക്കുന്ന മാരാമൺ സഭയുടെ പേരിലും ഉള്ള ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവിക സമാധാനത്താൽ ഈ കുടുംബത്തെ ദൈവം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സമയം അനുഭവിച്ചെന്ന കർത്താവിന്റെ ദാസന് പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധി അനേക ദീർഘനാളത്തെ ബന്ധം ഞങ്ങളുടെയുണ്ട്. ഞാൻ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ ദേവദാസനെ പരിചയപ്പെടുകയല്ല. ഭാഷകളാലും മറ്റും സാമ്പത്തിക ഭാഷകളാകട്ടെ ഞങ്ങൾ സജീവമായി പ്രവർത്തിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ തുടങ്ങണം ഞങ്ങൾ തുടങ്ങണമെന്ന് വാസ്തവത്തിൽ എനിക്കറിയില്ല. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. അത് എനിക്ക് പറയാനുണ്ട്. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയോട് തന്റെ വേല തികച്ച് കേരളത്തിലും മദ്രാസിലൊക്കെയും തന്റെ വേല തികച്ച് ഈ ദൈവദാസൻ കടന്നുപോയി. വളരെ ഞങ്ങൾ അത് പറഞ്ഞു. പ്രാർത്ഥനയിൽ വന്ന വിടുതൽ, പ്രാർത്ഥനയിൽ രോഗി സൗഖ്യമായതൊക്കെയും എന്നോട് പറയുമായിരുന്നു. ഹൃദയശുദ്ധിയായിരുന്നു. വളരെ നിഷ്കളങ്കനായിരുന്നു. അതാണ് മറ്റുള്ള ദേവദാസന്മാരിൽ നിന്ന് ദൈവദാസനെ വേർതിരിക്കുന്നു. ദൈവദാസനെ വേർതിരിക്കാൻ പോയി കിടക്കുന്നിലേക്ക് സൈഡിലൊക്കെയും അനേക മദ്യപാനുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് പോകുമായിരുന്നു. ഏത് തീരെ അസുഖമായ പിന്നാണ് ഞങ്ങളിതും ഇതിൽ നിന്നും പോകാതിരിക്കുന്നത്. എല്ലാ ഭയങ്ങളും കാര്യങ്ങളും പ്രാർത്ഥിക്കാൻ വളരെ ഉത്സാഹത്തോടെ, അതാണ് ഞാൻ ദേവദാസൻ കണ്ടത്. നിഷ്കളങ്കയോടെ വളരെ ഉത്സാഹത്തോടെ രക്ഷാകരത്തെ പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവർ സുവിശേഷം പറയുവാൻ ദേവദാസനെ ബലപ്പെടുത്തി അതിനായി സ്തോത്രം. ദേവദാസൻ ഓർപ്പിച്ചതുപോലെ ഈ സമയത്ത് അനേകർ പ്രായമായ വീട്ടിൽ കഷ്ടപ്പെടുമ്പോൾ ദേവദാസന് കിട്ടിയ ഒടുവിലത്തെ സംരക്ഷണം. ആൻറ്റി പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ ആൻറ്റിക്ക് നോക്കാനും മക്കളെ, കൊച്ചുമക്കൾ എല്ലാവരും പേര് പേരെടുത്ത് പറയും. എല്ലാവരും രാജുകളുണ്ട്, എപ്പോഴും പോരാടുന്നുണ്ട്. വിശ്വാസത്തെ ഇത് സമ്മതിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വേദന ദേവദാസനുണ്ട്. എങ്കിലും ശുശ്രൂഷിപ്പാൻ നിന്റെ മക്കൾ ആവോളം എല്ലാവർക്കും സാധിച്ചു ശക്തിയോടെ ആയിരിക്കുന്നു. അന്നത്തെ ജീവനദൈവം നമുക്ക് പ്രത്യാശയുടെ വാക്കുകൾ നമ്മൾ ഒരുപാട് കേട്ടു. ഇനിയും കൂടുതലൊന്നും പറയുവാനില്ല. ആ പൊൻപുലരിയിൽ കർത്താവിന്റെ വരവില് ആ പൊൻപുലരിൽ ദേവദാസനെ കാണാമെന്ന പ്രത്യാശ നമ്മളിലുണ്ടോ? നമുക്കുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്റെയും കുടുംബത്തിന്റെയും
പ്രത്യാശയും ദുഃഖത്തിന്റെ ആശ്വാസത്തിന്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രത്യാശയും പ്രദീപമേ യേശുവേ മണാളനേ, പ്രത്യാശയും പ്രതീകമേ എന്നാശ ഒന്നു മാത്രമേ, നിന്നെ കാണുക വിൺതേജസി എന്നാശ ഒന്നു മാത്രമേ, നിന്നെ കാണുക വിൺതേജസി കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണ യേശുവേ മണാളനേ, പ്രത്യാശയും പ്രതീകമേ യേശുവേ മണാളനേ, പ്രത്യാശയും പ്രതീകമേ കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നെ നേന്നു ഞാൻ മറയട്ടെ, കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ, കണ്ണിമായ്ക്കും ഓടി നേരത്തിൽ എത്തും ഞാൻ ബയൂല തീരത്തിൽ, കണ്ണിമായ്ക്കും ഓടി നേരത്തിൽ എത്തും ഞാൻ ബയൂല തീരത്തിൽ, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും, യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രതീകമേ യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രതീകമേ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ വീണ നീട്ടും സംഘത്തിൽ, ഉയർപ്പിൻ സുപ്രഭാതത്തിൽ വീണ നീട്ടും ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ, ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും, യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രതീകമേ യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രതീകമേ. കർത്താവിന്റെ ധന്യമുള്ള നാമം സ്തുതിക്കപ്പെടട്ടെ. ദൈവദാസന്മാരിലൂടെ നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങളും നല്ല അനുസ്മരണങ്ങളും കേൾക്കുവാൻ
ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അച്ഛൻ്റെ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങളെയും വഴികളെയും ഒക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും ദൈവം നൽകിയ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ശുശ്രൂഷയുടെ ഏറ്റവും ഒടുവിലത്തെ സമയത്തിലേക്ക് നാം പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. ഇതുവരെയും ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ നമുക്കായിരിക്കാൻ ദൈവ സാവകാശം നൽകി കർത്താവിന്റെ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവദാസന്മാരുടെ അറിയിച്ചതുപോലെ ആമേൻ സാധാരണ സംസ്കാര ശുശ്രൂഷ നടക്കുന്ന നിലയിലുള്ളൊരു ശുശ്രൂഷ ക്രമീകരിപ്പാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാവകാശം നമുക്ക് അനുകൂലമല്ല. എങ്കിലും ദൈവദാസന്മാർ ദൈവമക്കൾ ഒക്കെ സമയവും സാവകാശവും കണ്ടെത്തി കടന്നു വന്ന് ആമേൻ ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാനും ആശ്വാസത്തിന്റെ വാക്കുകൾ അറിയിപ്പാനും ദൈവം അവസരം നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞാളുകളുടെ ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസന്മാർ ഇന്നത്തെ സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് അവർക്കും എത്തിച്ചേരുവാൻ കഴിയാതെ ഇരിക്കുന്നു. ഫാസ്റ്റർ സാംബി ജോസഫ് അവരുകൾ കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ എത്തിച്ചേരുവാൻ അദ്ദേഹത്തിനും നിർവാഹമില്ല. ആ കുടുംബം കഴിഞ്ഞാളുകൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ചെയ്ത നല്ല സേവനങ്ങളെ ഈ സമയം ഓർക്കുന്നു. അച്ഛൻ രോഗിയായി ആശുപത്രിയിൽ ആയിരുന്നപ്പോൾ ഭവനത്തിലായിരുന്നപ്പോഴൊക്കെ കടന്നു വന്ന അച്ഛനെ കാണുവാനും പ്രാർത്ഥിപ്പാനും ധൈര്യപ്പെടുത്തുവാനും ഒക്കെ ദൈവദാസനും കുടുംബത്തിലും ദൈവ സാവകാശം നൽകി അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കുര്യാക്കോസ് തോട്ടത്തിൽ അവരുകൾ ആമേൻ മോർച്ചറിയിൽ അദ്ദേഹം കടന്നു വന്ന് അച്ഛനെ കാണുവാനിടയായി ഇന്നത്തെ സാഹചര്യത്തിൽ കടന്നു വരുവാൻ കഴിയാതിരിക്കുന്നു. ആ ദൈവദാസനെയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെയും സേവനങ്ങളെ ദൈവം ധാരാളമായി നന്മയും അനുഗ്രഹം നൽകി സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കുടുംബ അംഗങ്ങൾക്ക് വേണ്ടി ആവാതെ ഒടുവിലത്തെ അല്പസമയം ആമേൻ വാർതിരിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ചില നിമിഷം കൂടെ ദൈവസന്നദ്ധയിൽ ആയിരിക്കാം. ലീലാമാമ ചില വാക്കുകൾ ആമേൻ വാത്സല്യ പിതാവിനെ കുറിച്ചുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ പറയുവാനുണ്ടെന്നാൽ ഇന്നത്തെ സാഹചര്യം അനുകൂലമല്ല. സമയം വളരെ പരിമിതമാണ്. ആമേൻ ചുരുങ്ങിയ ചില വാക്കുകൾ വാത്സല്യ പിതാവിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുവാനായി സമയമെടുക്കും. അതിനുശേഷം ഉപ്പാപൻ പ്രിയ ആമേൻ അച്ഛനും ചില വാക്കുകൾ കുടുംബത്തോടുള്ള ബന്ധത്തിലും വാത്സല്യ പിതാവിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളുടെ ബന്ധത്തിലും ചില നല്ല ഓർമ്മകൾ ചുരുങ്ങിയ വാക്കിൽ പങ്കുവയ്ക്കും. ഈ സമയം കർത്താവിന്റെ ദാസൻ വിജയപാസ്രയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം ഇവിടെ കടന്നു വന്ന ഈ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം കൊടുത്ത് വളരെ ആത്മാർത്ഥതയോടുകൂടെ അച്ഛൻ അന്ത്യയാത്ര നൽകി ആമേൻ യാത്രയപ്പ് നൽകി ശുശ്രൂഷകളിൽ സഹകരിക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ പശ്ചാത്തലം നമുക്കറിയാം. വളരെ ഹൃദയവേദനയോടെ വളരെ സങ്കടത്തോടുകൂടെ അവര് ജമ്മുവിലായിരിക്കുന്നു. ലൈവായി ഈ ശുശ്രൂഷകളൊക്കെ കാണുകയും പ്രാർത്ഥനയോടെ അവരെ ആയിരിക്കുന്നു. ആമേൻ ആ കർത്താവിന്റെ ദാസൻ വിജയപാസ് ഞാൻ വളരെ സ്നേഹിക്കുകയും വളരെ കർത്താവിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിരന്തരമായി ഞങ്ങൾ കുടുംബം മാത്രമല്ല ദൈവസഭയിൽ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. മിഷണറിയായി ജമ്മുവിൽ കർത്താവിന് വേല ചെയ്യുമ്പോൾ തട്ടേക്കാട് ദൈവസഭ വളരെ ആത്മാർത്ഥതയോടെ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹവും പല സന്ദർഭങ്ങൾ കടന്നു വന്ന് അച്ഛൻ ആശുപത്രിയിലായിരുന്ന സന്ദർഭങ്ങളിൽ ഭവനത്തിലായിരുന്ന സമയത്തൊക്കെ പിതാവിനോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട എല്ലാ ശുശ്രൂഷകളും അങ്ങേറ്റം ആത്മാർത്ഥതയോടെ ഉത്തരവാദിത്തോടെ ചെയ്യുവാൻ ദൈവം തന്റെ ദാസനും കുടുംബത്തിനും സാവകാശം നൽകി എത്തിച്ചേരുവാൻ കഴിയാതെ ഇരിക്കുന്നെങ്കിലും പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ അവരവിടെ ആയിരിക്കും. ദൈവം ധൈര്യവും സമാധാനവും പ്രത്യാശയും നൽകിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. രാജാനും രാജ്മാമിയും ഏറ്റവും അടുക്കൽ പാർക്കുമ്പോൾ ഏത് സമയത്തും ആമേൻ ഓടി വന്ന് അച്ഛനെ ശുശ്രൂഷിപ്പാനും ആശുപത്രിയിലായിരുന്നപ്പോൾ ഭവനത്തിലായിരുന്ന ദീർഘയാഴ്ചകളൊക്കെ ഏത് സമയത്തും അവർ രണ്ടുപേരും ഓടി വന്ന് അച്ഛനെ ശുശ്രൂഷിപ്പാനും വേണ്ട കാര്യങ്ങളെല്ലാം ആത്മാർത്ഥതയോടെ ഒരു ബുദ്ധിമുട്ടും ആമേൻ ഇല്ലാതെ ചെയ്തെടുപ്പാൻ ദൈവം അവർക്ക് കൃപ നൽകി. ദൈവം അതെല്ലാം നീതിയായി നന്മയായി അനുഗ്രഹമായി കടക്കട്ടെ. അവിടെ കുഞ്ഞുങ്ങളിൽ ആമേ അത് നന്മയാക്കി സ്വർഗം തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലീലാമാമ
ചില വാക്കുകൾ പിതാവിനുള്ള ബന്ധാനുസ്മരണമായി ഓർപ്പിക്കും. കഥാതിന് ശേഷം അച്ഛനും ചില വാക്കുകൾ ഓർപ്പിക്കും. അതിനായി അവസരത്തെ ഓർക്കും. ഞങ്ങളോട് കൂടെ ആയിരിക്കുന്ന സഭ പാസ്റ്റർ ഇവിടെ വന്നിട്ട് കടന്നുപോയ ദേവദാസന്മാർ എല്ലാവർക്കും വീണ്ടും യേശുക്രിസ്തുവിനായിട്ട് ഞങ്ങളുടെ സ്നേഹമങ്ങനെ അറിയിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാനൊരു പിതാവ് വീടാനിടയായി അതിനോടനുബന്ധിച്ച് ശുശ്രൂഷ ഭാഗമായിട്ട് ചില നാളുകൾ എന്നോട് കൂടെ തിരുവനന്തപുരത്ത് വന്ന് പാർക്കുവാനും പിതാവിനെ ശുശ്രൂഷിക്കാനും ദൈവം കൃപ നൽകി. ഡോക്ടർമാർ 3 മാസം വരെ കിടക്കയിൽ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് 15 ദിവസമായിട്ട് പ്രിയ പിതാവ് എൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആരോഗ്യം നിലം പ്രാപിച്ചു. അതിനുശേഷം 1 മാസം ആയപ്പോഴത്തേക്ക് പൂർണ്ണ ആരോഗ്യവരായിട്ട് അടുത്തുള്ള ചർച്ചിൽ പോയി ആരാധനയിൽ പങ്കെടുക്കുകയും ദൈവനാമത്തെ സ്തുതിക്കുകയും ചെയ്തു. തുടർന്ന് പലപ്പോഴും ഒരു നിമിഷവും എൻ്റെ സമയം പാഴാക്കാതെ പലപ്പോഴും ഞാൻ നോക്കുമ്പോൾ കട്ടിൻ്റെ അടുത്ത് തറയിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പിതാവിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ പലപ്പോഴും ഞാർക്ക് ഇത്രയും ബലഹീനായിട്ട് തറയിലിരുന്നൊക്കെ പ്രാർത്ഥിക്കുന്നല്ല. പിതാവിൻ്റെ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും വളരെ അനുഗ്രഹമായിരുന്നു. തുടർന്ന് സമയം കിട്ടുമ്പോഴൊക്കെ സഹോദര കുടുംബങ്ങളുണ്ട്, അവരുടെ കുടുംബങ്ങളിൽ പോയി ഒരു നിമിഷമെങ്കിലും ദൈവവചനം അവരുമായിട്ട് അറിയിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. അതിലെല്ലാം ദൈവം അനുഗ്രഹങ്ങളും കൃപകളും നൽകി ബലപ്പെടുത്തി. പലപ്പോഴും ബലഹീനായിരിക്കുമ്പോൾ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കുറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പലപ്പോഴും ഫോണിൽ കൂടെ വിളിച്ച് പറയുമായിരുന്നു, ദൂരോട്ടൊന്നും ആരാധനയ്ക്കൊന്നും പോകരുത്, വൈകിട്ടൊന്നും ആരാധനയ്ക്ക് പോകരുത്, അമ്മയും കൊണ്ടൊക്കെ സ്കൂട്ടറിലൊക്കെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടുതൽ യാത്രയിൽ നിന്നാലും അച്ഛന് കിട്ടുന്ന സമയമൊക്കെ അച്ഛൻ ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്ത അവിടുന്ന് ബലപ്പെടുത്തി അതിന് ശക്തീകരിച്ച് മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, അവരുടെ മക്കളെ, തലമുറകളെയും കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഭാഗ്യമൊരുക്കി. ഞങ്ങളുടെ ഈ ദുഃഖത്തിൽ പ്രത്യേകിച്ച് തട്ടക്കാട് സഭയിൽ ജോൺസൺ പാസ്റ്ററോട് പറഞ്ഞാൽ തീരാത്ത കടപ്പാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ ഏതാവശ്യങ്ങൾക്കും ഏത് സമയത്തും പലപ്പോഴും ദേവദാസൻ്റെ ഒറ്റയ്ക്കും കുടുംബവുമായിട്ടുള്ള പ്രാർത്ഥന ഞങ്ങളുടെ ഭവനങ്ങൾക്കത് ഏറ്റവും അനുഗ്രഹമായിരുന്നു. അത് തുടർന്ന് ശുശ്രൂഷയിലും തുടർന്നുള്ള എല്ലാ ശുശ്രൂഷയിലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ വന്ന് കടന്നുപോയ എല്ലാ ദേവദാസന്മാരോടും ദൂരത്തും ചാരത്തുമായിട്ട് ലൈവ് വഴി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ പൈതങ്ങളും ഈ ഒരു നിമിഷം കണ്ടുകൊണ്ടിരിക്കുന്നു. അവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. സഭയായിട്ട്, അയൽവാസികളായിട്ട്, സ്നേഹിതരായിട്ട്, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരായിട്ട് കടന്നു വന്ന എല്ലാവർക്കും ഈ കുടുംബത്തിൻ്റെയും എൻ്റെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ മോശപ്പെടാവട്ടെ. ദാസന്മാർ, കടന്നൂർ ബന്ധുക്കളെ, നാട്ടുകാരെ, ദേശവാസികൾ, സഭ എല്ലാ ദൈവം സ്നേഹം അറിയിക്കുന്നു. ഞങ്ങളുടെ സഹോദരന്മാരായിട്ട് 6 പേരായിരുന്നു. 4 പേര് കടന്നുപോയി പ്രവേശിച്ചു. സഹോദരനെ വിളിച്ച് എനിക്കതിനോട് പറയാനില്ല. കർത്താവ് വിളിച്ചു. മാർത്തോമാ ജനിച്ച ഞങ്ങൾ സഹോദരൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന് വേലയിലായപ്പം ആയിടത്തൊക്കെയും വിശ്വാസത്തോടെ വേല ചെയ്യുവാനും ദാസനെ സഹായിച്ചു. കർത്താവ് കൊടുത്ത എല്ലാ വേലയിലും എല്ലാ സ്ഥലങ്ങളിലും ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും അനേകരുടെ നല്ല സാക്ഷ്യം കേൾക്കുവാനും കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. നാട്ടിലായിരുന്നപ്പോഴും
ഈ സഭയിലും ശുശ്രൂഷിപ്പാൻ ദൈവാസനോട് ചേർന്ന് പ്രവർത്തിപ്പാൻ സഹോദരനും ഇടയാക്കി അതിൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുറേ നാളുകളായിട്ട് പിന്നെ ഒന്ന് വീഴുവാൻ ഇടയായി. അതനുസരിച്ച് കുറച്ച് നാൾ കിടന്നു. പിന്നെ അതിൽ നിന്നൊക്കെയും കർത്താവ് ഉയർത്തി സ്കൂട്ടറൊക്കെ ഓടിച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അതിശയം വിചാരിച്ചു, ഇതെങ്ങനെ സാധിച്ചത്? ദൈവാത്ഭുതം പ്രവർത്തിച്ചു. എന്നാൽ വീണ്ടും കർത്താവിന് സമയമായപ്പോൾ വീണ്ടും കിടപ്പിലായിരുന്നു. കിടപ്പിലായ നിമിഷം മുതൽ ദാസിക്ക് കൂടെ നിന്ന് ശുശ്രൂഷിപ്പാൻ എല്ലാം അവസരം കൊടുത്തു. പൈതങ്ങൾ കൂടെ മൂത്തമോൻ കൂടെ ഇരുന്ന് സകല ശുശ്രൂഷയും ചെയ്യുവാനും ബലപ്പെടുത്തി. ഈ മരിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പേ പിന്നെ തുടച്ച് ഡ്രസ്സൊക്കെ മാറി എല്ലാം കെടുത്തേച്ച് എടുത്തോട്ട് വന്നപ്പോഴാണ് മരിച്ചു എന്നുള്ളതാണ്. അതുവരെയും ശുശ്രൂഷിപ്പാൻ മാനം അവസരം കൊടുത്തു. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ നന്മകളാലും നിറച്ചു. കർത്താവ് ആയുസ് അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ പിന്നെ ജനിക്കുന്നത് എന്നാണെന്ന് അറിയുന്നില്ല, മരിക്കുന്നത് എന്നാണെന്ന് അറിയുന്നില്ല. ഇത് ജീവിതത്തിൽ ജീവിച്ചാൽ മനുഷ്യൻ മരിക്കണം. അപ്പോൾ ജനിച്ചാൽ ഒരു മരണം ഉണ്ടെന്നുള്ളത് നിശ്ചയമാണ്. അത് എന്നാണെന്ന് അറിയത്തില്ല. അത് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് മരണം. ആ മരണം വരുമ്പോൾ പലർക്കും വേദനകളുണ്ട്. ഒരു ആള് കുടുംബത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഒരു വേദനയുണ്ട്. അർത്ഥവശനായ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് വീണ്ടും കാണാനുള്ള പ്രത്യാശയുള്ളവർ പ്രത്യാശയോടെ ജീവിക്കുന്നു. എല്ലാ കൃപക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയുന്നു. കടന്നു വന്ന എല്ലാവർക്കും എനിക്കോട് നന്ദി അറിയിക്കുന്നു. അവസരം തന്ന ദൈവാസനോട് നന്ദി അറിയിക്കുന്നു. തട്ടേക്കാട് IPC എബനേസർ സഭയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യനായ ജോൺ ചാണ്ടിച്ചാൻ ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ വളരെ ആത്മാർത്ഥതയോടെ നാളുകൾ സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരാണ്. ചില വാക്കുകൾ അനുസ്മരണമാകുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തട്ടേക്കാട് സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളിലൊന്നായ കരിമ്പൂണിലെ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട പാസ്റ്റർ കേസ് വർഗീസ് അവർ കഴിഞ്ഞ ദിവസം നിത്യതയിൽ പ്രവേശിച്ചു. ദൈവം തന്നെ ഏൽപ്പിച്ച സഭാ ശുശ്രൂഷയ്ക്ക് ശേഷം തട്ടേക്കാട് സഭയിലേക്ക് കടന്നു വരികയും സഭയുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. തൻ്റെ പ്രായാധിക്യം കണക്കിടാതെ ഈ അപ്രതീക്ഷിതമായുണ്ടായ ആ പ്രയാസം നേരിടുന്നവരേക്കും വൈകിട്ടത്തെ കോട്ടേജ് മീറ്റിങ്ങിൽ വരെയും വണ്ടി ഓടിച്ച് രണ്ടുപേരും കൂടെ കടന്നു വരികയും എല്ലാ കൂട്ടായ്മകളിലും ഞായറാഴ്ചയായിരുന്നാലും ശരി, ഒരു ദിവസങ്ങളിലെ കൂട്ടായ്മയായിരുന്നാലും ശരി, ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവരെ സന്ദർശിക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി, എല്ലാം വളരെ ആത്മാർത്ഥമായി പങ്കുകൊള്ളുകയും എല്ലാ സഭാംഗങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട വർഗീസ് പാസ്റ്റർ. അപ്രതീക്ഷിതമായി നേരിട്ട പ്രയാസത്തിൽ സഭ ഒന്നടങ്കം പ്രാർത്ഥിക്കുകയും ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. എങ്കിലും ദൈവം തൻ്റെ സമയത്ത് തൻ്റെ ദാസനെ വിളിച്ചു വേർതിരിച്ചു. ഞാൻ ഈ അടുത്ത പ്രദേശത്തുകാരനായിരുന്നെങ്കിലും ഞാൻ മദ്രാസിൽ വെച്ചാണ് പ്രിയ പാസ്റ്ററുമായിട്ട് കൂടുതൽ അടുത്തിട്ട് പോകാൻ എനിക്ക് ആദ്യമായി അവസരം ലഭിച്ചത്. അന്ന് പാസ്റ്റർ മദ്രാസിലെ സഭയുടെ ചാർജിനെ എടുക്കാൻ അവിടെ വന്നിരുന്നു. അന്നേരമാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അവിടെയും തൻ്റെ വേല ഭംഗിയായി നിറവേറ്റുകയും അതിനുശേഷം ഇവിടെ വന്ന് വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ വ്യക്തിപരമായി ഇടപെടുവാനും സാധിച്ചു. അങ്ങനെ വളരെ വ്യക്തിപരമായ ബന്ധങ്ങളും ഞങ്ങൾക്ക് ഈ ഭവനത്തോട് എനിക്കുണ്ട്. എൻ്റെ ജീവിതകാലം ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി തന്നാൽ കഴിവ് പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു. അതിന് ദൈവം തക്ക സമയത്ത് പ്രതിഫലം നൽകിയിട്ടുണ്ട്. മക്കളെ ദൈവം, അതായത് ബിജു പാസ്റ്റർ വളരെ ആത്മാർത്ഥമായി വളരെ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ സഹിച്ചായാലും ദൈവവേലയ്ക്കായി അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കാണുവാൻ, ഒരു കുഞ്ഞുങ്ങളെ കാണുവാൻ, മക്കളെ കാണുവാൻ, കൊച്ചുമക്കളെ കാണുവാൻ എല്ലാം ദൈവം കർത്തൃദാസനെ സഹായിച്ചു. ഈ ദുഃഖത്തിൽ തട്ടേക്കാട് IPC സഭയുടെ ആത്മാർത്ഥമായ ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. കൂടാതെ സഭയുടെ പത്രികാ സംഘടനകളായ സോദരി സമാജം, PYPA, സെൻട്രൽ സ്കൂൾ എന്നിവയുടെ പേരുള്ള ദുഃഖവും
എൻ്റെ വ്യക്തിപരമായ ദുഃഖവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. കഴിഞ്ഞ 2 വർഷത്തോളമാകുന്നു തട്ടേക്കാട് IPC എബനേസർ സഭയുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് കുടുംബമായി ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവം സാവകാശം നൽകിയത്. ആ സന്ദർഭം മുതലാണ് ഈ വാത്സല്യ ഭവനമായിട്ടും പ്രത്യേകിച്ച് ഞാൻ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ബഹുമാന്യനായ വർഗീസ് പാസ്റ്ററുമായി വളരെ ആഴമായ ഒരു ആത്മബന്ധം ദൈവം ഞങ്ങൾക്ക് നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ 2 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞങ്ങൾ കുടുംബമായി കടന്നു വരികയും പ്രാർത്ഥിക്കുകയും കൂടുതൽ സമയവും ചെലവഴിച്ച ഭവനം ഈ വാത്സല്യ ഭവനം. ഞാനെ ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർക്കുവാനുണ്ട്. എല്ലാം ഞാൻ പറയുവാനായി സമയമെടുക്കുന്നില്ല. നിറഞ്ഞ പുഞ്ചിരിയോടുകൂടെ സന്തോഷത്തോടെ എല്ലാവരെയും സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും ആത്മാർത്ഥമായി എല്ലാവരുടെയും കാര്യങ്ങൾക്ക് ഓടിയെത്തുവാനുമുള്ളൊരു നല്ല മനസ്സ് അച്ഛന് ദൈവം നൽകി. ദൈവസഭയിലെ തന്നെ ഏതൊരു ഭവനത്തിലും എന്തെങ്കിലും പ്രയാസങ്ങളോ രോഗങ്ങളോ അപകടങ്ങളോ അനർത്ഥങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ ആദ്യം അച്ഛന് അവിടെ എത്തുവാൻ അമ്മാമിയുമായി ഓടിയെത്തും. അനേക പ്രാവശ്യം പിന്നെയും ആ ഭവനത്തിൽ കടന്നുപോകും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ നല്ല ഒരു ആത്മീയ അനുഭവത്തിന്റെ ഉടമയായിരുന്നു അച്ഛൻ. ഞങ്ങളുള്ള ബന്ധത്തിലും ഒരുപാട് കാര്യങ്ങൾ ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ കടന്നു വന്ന ആരംഭ സന്ദർഭങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അച്ഛൻ വീഴ്ചയോടുള്ള ബന്ധത്തിൽ ഒരു മേജർ സർജറിക്ക് വിധേയനായി. ആ സന്ദർഭം ഞാൻ ഓർക്കുന്നു. വളരെ വേദനാജനകമായൊരു അനുഭവത്തിലാണ് ഇവിടുന്ന് അച്ഛനും പ്രിയപ്പെട്ടവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ കൊണ്ടുപോയി. വളരെ പ്രയാസകരമായ അവസ്ഥയായിരുന്നു. മുത്തൂറ്റേക്ക് കൊണ്ടുപോയി. അവിടുന്ന് പെട്ടെന്ന് തന്നെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും അടിയന്തരമായി സർജറി നടത്തപ്പെടുവാനും ഇടയാണ്. ആമേൻ. പിന്നീട് ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരികയില്ല എന്ന് ഞാൻ ഉൾപ്പെടെ നാം എല്ലാവരും ചിന്തിച്ച ഒരു വേളയായിരുന്നെങ്കിലും ഡോക്ടർമാരുടെ അതേ കണക്കൂട്ടിനപ്പുറമായി, മെഡിക്കൽ സയൻസിന്റെ തീരുമാനത്തിനപ്പുറമായി വേഗത്തിൽ ദൈവം അച്ഛന് ആരോഗ്യം ബലവും നൽകി. കഴിഞ്ഞ നാളുകളെ പോലെ സ്കൂട്ടർ ഓടിച്ച് ആമേൻ അനേക സ്ഥലങ്ങളിൽ പോകുവാൻ, ദൈവമക്കളുടെ ഭവനങ്ങളിൽ പോകുവാൻ ദൈവം തന്നെ ദാസന് വീണ്ടും പഴയതുപോലെ അവസരം നൽകി. ഞാൻ ഓർത്തത് ഒരു ജന്മമല്ല ദൈവം തന്നെ ദാസന് കൊടുത്തത്. പിന്നീട് ഒരിക്കൽ കൂടെ ആരോഗ്യം കൊടുത്തത് ജീവിതത്തെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുവാൻ, നിത്യതയിലേക്ക് പോകുന്നതിന് തടസ്സമായി ഏതെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ അത് പരിഹരിച്ച് ആമേൻ ദൈവനാമത്തിന് വേണ്ടി പിന്നെയും നിലകൊള്ളുവാനുള്ള ഒരു കൊച്ചു ബ്രാക്കറ്റ് സമയം തന്റെ ദാസന് ദൈവം. ആ സന്ദർഭങ്ങളിൽ കടന്നു പോകാനുള്ള എല്ലാ ഭവനങ്ങളിലും തന്റെ ദാസൻ കടന്നു. രോഗികളായി കിടക്കുന്ന സകല ആളുകളെയും കാണുവാൻ വേണ്ടി അദ്ദേഹം കടന്നു. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. പ്രാർത്ഥിക്കേണ്ടവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു. കൂട്ടായ്മ കാണിക്കേണ്ട ദൈവദാസമുണ്ട്, ദൈവമക്കളുടെ കൂട്ടായ്മ കാണിച്ചു. ആമേൻ. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതൊരു കൊച്ചു സമയം മാത്രമായിരുന്നു. വീണ്ടും പഴയതുപോലെ ശാരീരികമായി ക്ഷീണിതനായി തനദാസനായിരുന്ന സമയം ആമേൻ അതേ സംഭവിച്ചു. അവിടെയൊക്കെ ഈ വാത്സല്യ ഭവനം ആമേൻ അച്ഛനെ എല്ലാ നിലയിലും ശുശ്രൂഷിപ്പാനും ഒക്കെ ദൈവം അവസരം നൽകി. ദൈവസഭയും ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാനിടയാണ്. ഭവനത്തിൽ ദീർഘയാഴ്ചകൾ ക്ഷീണിതനായി അതേ കിടന്ന അവസരം ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ ആമേൻ ഞങ്ങളെ അതേ പിടിച്ച് അച്ഛനെ കസേരയെ കൊണ്ടിരുത്തി. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്തെങ്കിലും പൊതിക്കെട്ട് വല്ലതും അലമാരിക്കകത്ത് എവിടെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് തരാൻ. അത് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ഞങ്ങളെല്ലാവരുടെയും മുഖത്ത് നോക്കി ചിരിച്ചു. എവിടൊക്കെയോ അലമാരി മറച്ചു വെച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ എഴുന്നേറ്റ് അലമാരിയൊക്കെ തപ്പി എടുത്ത് ഒരു 500 രൂപയുടെ നോട്ട് എടുത്ത് എന്റെ കയ്യിൽ കൊണ്ട് തന്നത് ഞാൻ ഓർത്തു. നല്ല ഓർമ്മയില്ല, സംസാരിപ്പാൻ ഒരു വാക്കുപോലും സംസാരിപ്പാൻ കഴിയുന്നില്ല. പിടിച്ചു വീണത് നടത്താൻ കഴിയുന്നത് ആമേൻ തപ്പുകയാണ്. ഒരു ദേവദാസൻ ഭവനത്തിൽ വന്നപ്പോൾ എന്തെങ്കിലും
കൊടുത്തു വിടണമെന്നുള്ള ആ ചിന്ത ആ സമയത്തുണ്ടായി. എന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ സന്ദർഭം ഞാൻ പണം അച്ഛനെ സ്വീകരിക്കുമ്പോൾ, ഞാനത് വാങ്ങി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ സന്തോഷത്തോടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നത് കാണാനിടയിൽ. ഞാൻ ഓർപ്പിച്ചത് ഒരു കടവും ശേഷിപ്പിച്ചു. കർത്താവിന് വേണ്ടി ഒരു കൊച്ചു സമയം കൂടെ ദൈവം വീണ്ടും ആയുസ് കൊടുത്തപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നന്നായി ചെയ്തു. എല്ലാവരെയും സ്നേഹിച്ചു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഭവനത്തെ ആമേ മക്കൾ എല്ലാവരെയും സ്നേഹിച്ചു. അവർക്ക് വേണ്ടി നന്നായി പ്രവർത്തിച്ചു. ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിച്ചു, ഒരു നല്ല വിശ്വാസ ജീവിതം നയിച്ചു, മാതൃകാപരമായൊരു നല്ല ജീവിതം നയിച്ചു. കർത്താവിന്റെ സമയമായപ്പോൾ കഷ്ടതയും വേദനയും സങ്കടവും കണ്ണുനീരുമില്ലാത്ത നിത്യമായ രാജ്യത്തിലേക്ക് തൻ ദാസനെ വിളിച്ചു ചേർക്കുവാൻ ദൈവത്തിന്റെ പ്രസാദം തോന്നിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ചാരോടുള്ള ബന്ധത്തിൽ കടന്നുവന്ന സംബന്ധിപ്പ് ഈ ശുശ്രൂഷയിൽ സഹകരിപ്പാനോ ഒന്നും കഴിയാതിരിക്കുന്ന അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ ലൈവായി ഈ ശുശ്രൂഷകൾ നാട്ടിലും വിദേശങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 1970കളിൽ കുഴിക്കാലയിൽ നടന്ന ഉണർവ് യോഗത്തോടുള്ള ബന്ധത്തിലാണ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഒരു ദൈവവൈതലായി തീരുവാനുള്ള അവസരം അച്ഛന്റെ ജീവിതത്തിൽ കർത്താവ് നൽകിയത്. തുടർന്ന് പൂവത്തൂർ ആ ചച്ചക്കോട് സഭയുടെ അംഗമായി ആ സഭയോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മ ആചരിച്ച് ചില നാളുകൾ അവിടെ ആയിരിക്കാൻ ദൈവസാവകാശം നൽകി. 73-79 കാലഘട്ടത്തിൽ അച്ഛൻ ജോലിയോടുള്ള ബന്ധത്തിൽ മസ്കറ്റിലേക്ക് കടന്നു പോകുവാനുള്ള അവസരം ദൈവം കൊടുത്തു. അവിടെയുള്ള ഒമാൻ പെന്തക്കോസ് അസംബ്ലി എന്ന സഭ, ആ സഭ ഇന്ന് വലിയൊരു ആത്മീയ പ്രസ്ഥാനമാണ്. ആ പ്രവർത്തനം ആരംഭിച്ച സമയം അതിന്റെ പ്രാരംഭകാല പ്രവർത്തകരിൽ സജീവ പങ്കാളിത്തം വഹിച്ച ഒരാളായിരുന്നു ബഹുമാന്യനായ വർഗീസ് പാസ്റ്റ്. 1959 പ്രിയമാമയുമായി വിവാഹം നടന്നു. അതിനുശേഷം ദൈവം അവർക്ക് അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം നൽകി. രായ്ച്ചാനെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവിനോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട എല്ലാ ശുശ്രൂഷകളും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒന്നും മുടക്കം വരാതെ ചെയ്തെടുപ്പാൻ തന്റെ മക്കൾക്ക് ദൈവം കൃപ നൽകി. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ലീലാമാമ ഇവിടെ ഓർപ്പിച്ചതുപോലെ അച്ഛനെ ഇവിടെ കൊണ്ടുപോയി നിർത്തുവാനും ശുശ്രൂഷിപ്പാനും അമ്മാമ ഇവിടെയും ഹോസ്പിറ്റലൊക്കെ നിന്ന് പിതാവിനോടുള്ള ബന്ധത്തിലുള്ള എല്ലാ ശുശ്രൂഷകളും ചെയ്തെടുപ്പാൻ ലീലാമാമയ്ക്ക് ദൈവം അവസരം നൽകി. അതെല്ലാം ദൈവം നീതിയായി നന്മയായി കണക്കിടട്ടെ. ജമ്മുവിലായിരിക്കുന്ന ബിജിപ്പാസ് കുടുംബം, കുഞ്ഞുങ്ങൾ അവരും വളരെ ഹൃദയവേദനയോടുകൂടെ ഈ ശുശ്രൂഷകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല സന്ദർഭങ്ങളിൽ ഓടിയെത്തുവാൻ ആശുപത്രിയിൽ, ഭവനത്തിൽ ഒക്കെ വെച്ച് വാത്സല്യ പിതാവിനോടുള്ള ബന്ധത്തിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ശുശ്രൂഷകളും ആത്മാർത്ഥമായി ചെയ്യുവാനുള്ള അവസരം ദൈവം അവർക്ക് നൽകി. അവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 3 മക്കളെയും അവരുടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളെയും അവരുടെ മക്കളെയും കൊച്ചുമക്കളിൽ ദൈവം നൽകിയ അടുത്ത തലമുറയിൽ കാണുവാനുള്ള വലിയ ഭാഗ്യവും അച്ഛന്റെ ആയുസ്സിൽ സർവശക്തനായ ദൈവം തന്റെ ദാസന് നൽകി. 1983 മുതലുള്ള കാലഘട്ടത്തിൽ കുമ്പനാട്, കടപ്ര ഈ ദേശത്ത് കടന്നു വരുവാനും ആ നാള് മുതൽ തട്ടേക്കാട് IPC യബനേസർ സഭയുമായിട്ടുള്ള കൂട്ടായ്മ ആചരിച്ച് വളരെ സന്തോഷത്തോടുകൂടി ദൈവസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥമായി സഹകരിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം തന്റെ ദാസനെയും കുടുംബത്തെയും സഹായിച്ചു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഭവനത്തിൽ ഇവിടെ പാർക്കുന്ന കാലഘട്ടത്തിലാണ് പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായി കർത്താവിന്റെ വിളി തന്റെ ദാസന് ലഭിച്ചു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അങ്ങനെ ജീവിതം സമർപ്പിച്ചു. അതിനു മുൻപ് തിരുവനന്തപുരം പ്രദേശത്ത്, നെയ്യാറ്റിൻകര പ്രദേശത്തായിരുന്നപ്പോൾ അവിടെ പ്രവർത്തിച്ച കർത്താവിന്റെ ദാസനോട് ഒരുമിച്ച് ധാരാളം സ്ഥലങ്ങളിൽ ദൈവിക ശുശ്രൂഷയുടെ പങ്കാളിത്തം വഹിക്കാനുള്ള അവസരവും കർത്താവിന്റെ ദാസന് ദൈവം നൽകി. കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ കോളേജിൽ കർത്താവിന്റെ വചനം പഠിച്ചതിന് ശേഷം 9 പ്രാദേശിക സഭകളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം നൽകി. ചെന്നൈയിലുള്ള 200 ദൈവസഭയിൽ, അതിനുശേഷം തൃശ്ശൂര് കൊണ്ടാഴി എന്ന സ്ഥലത്തുള്ള സഭയിൽ ശുശ്രൂഷിച്ചു. ഒറ്റപ്പാലം
ടൗൺ ചർച്ചിൽ, സെൻട്രൽ ചർച്ചിൽ ശുശ്രൂഷിപ്പാൻ അവസരം നൽകി. അതുപോലെ ഷൊർണൂറിൽ വെട്ടിക്കാട്ടിരി എന്ന സ്ഥലത്ത് ശുശ്രൂഷിപ്പാനിടയായി. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ എടപ്പാടുള്ള ദൈവസഭയിൽ ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം നൽകി. കുന്നംകുളത്ത് ചാലിശ്ശേരി സഭയിൽ ശുശ്രൂഷിപ്പാൻ, കുടുംബമായി ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം നൽകി. ജമ്മു കാശ്മീരിൽ ആർഎസ്പുര എന്ന സ്ഥലത്ത് കർത്താവിന്റെ ശുശ്രൂഷ നിർവഹിപ്പാൻ ദൈവം ഇടയാക്കി. തൃശൂര് ചേലക്കര ദൈവസഭയുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം അവസരം നൽകി. വടക്കാശ്ശേരി അകാംപാടം എന്ന അതേ സ്ഥലത്തും ദൈവത്തിന്റെ ശുശ്രൂഷയിൽ ആയിരിക്കാൻ, അങ്ങനെ 9 പ്രാദേശിക സഭകളിൽ പാഴ്സനേജിൽ പാർത്തുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ച മഹത്വരമായ ശുശ്രൂഷ വളരെ വിശ്വസ്തയോടെ സ്തുത്യർഹമായ നിലയിൽ ദൈവരാജ്യ വ്യാപ്തിക്കായി ചെയ്തെടുപ്പാൻ ദൈവം തന്റെ ദാസനെ കൃപ നൽകി. ജീവിതത്തിന്റെ ഒടുവിലത്തെ ചില നാളുകൾ ശാരീരികമായി ക്ഷീണിതനായി ഭവനത്തിലായിരുന്ന സന്ദർഭത്തിൽ സൗഖ്യത്തിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി അനേക ദൈവമക്കൾ, ദൈവദാസന്മാർ കടന്നു വന്നും ദൂരെ ഇരുന്നൊക്കെ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിന്റെ ഹിതം മറിച്ചായിരുന്നു. ദീർഘ 85 സംവത്സരം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനുള്ള അവസരം ദൈവം നൽകി. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് 6:30 ദൈവം തമ്പുരാൻ തന്റെ ദാസനെ ഭൂമിയിൽ ജീവിക്കാൻ കൊടുത്തിരുന്ന സമയം പൂർത്തീകരിച്ചപ്പോൾ, ആയുസ് തീർന്നപ്പോൾ, കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, സങ്കടമില്ലാത്ത നിത്യമായ രാജ്യത്തിലേക്ക്, നിത്യവിശ്രമത്തിനായി തന്റെ ദാസനെ വിളിച്ച് ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. ലോകമനുഷ്യർക്കില്ലാത്ത വലിയ പ്രത്യാശ. 10,000 സുന്ദരനാകുന്ന, ആത്മമണവാളനാകുന്ന യേശു കർത്താവിന്റെ നിത്യരാജ്യത്തിൽ അച്ഛനെ സന്തോഷത്തോടെ കാണാൻ കഴിയുമെന്നുള്ള ഒരു വലിയ പ്രത്യാശ, കരുത്തുറ്റ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു പിതാവ് മരിക്കാൻ തുടങ്ങിയ സമയത്ത് ഏക മകളെ അടുക്കലേക്ക് വിളിച്ചു. 2 കരങ്ങളും ആ മകളുടെ കരങ്ങളിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ജീവിതത്തിന്റെ ഒടുവിലത്തെ സെക്കൻഡിൽ ആ പിതാവ്, ജന്മം കൊടുത്ത പിതാവ് ഏക മകളുടെ അതേ പറഞ്ഞു, മോളെ ഞാൻ പോകുക. മോളുടെ പിതാവ് പോയി. ആ മകൾ അപ്പന്റെ മുഖത്തോട് ചോദിച്ചു, അപ്പാ എവിടേക്കാ പോകുന്നേ? ആ മകളുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ആ പിതാവിന് കഴിഞ്ഞില്ല. കാരണം ജീവിച്ചിരുന്നപ്പോൾ മരണശേഷം എവിടെ പോകുമെന്ന് തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. മരിക്കുന്ന അവസാന സെക്കൻഡിലാണ് മകള് ചോദിച്ചത്, അപ്പാ എവിടേക്കാ പോകുന്നത് ഞങ്ങളെ വിട്ട്? എന്നാൽ ഇന്ന് പകലിൽ ഒരു സന്തോഷ വാർത്ത എനിക്ക് ഒരു ദൈവദാസന് വിളിച്ചു പറയാൻ കഴിയും. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് ഒരു ദൈവവൈതലായി തീരുവാനും, കർത്താവിന്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം കൈക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹായുടെ അഭിഷേകം പ്രാപിച്ച് ഒരു ദൈവവൈതലായി തീരുവാനും, അതിലുപരിയായി ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാനുള്ള ഒരു വലിയ ഭാഗ്യം അച്ഛന്റെ ജീവിതത്തിൽ ദൈവം നൽകി. ഹല്ലേലൂയ. ജീവിച്ചിരുന്നപ്പോൾ മരണശേഷം എവിടെ പോകുമെന്നുള്ള ഒരു സംശയവും അച്ഛനുണ്ടായിരുന്നില്ല. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ധന്യനാകുന്ന പൗലോസ്ലീഹ എഴുതിയ വാക്കുകൾ അച്ഛനു വേണ്ടി ഞാൻ കടമെടുത്ത് ഓർപ്പിക്കുന്നു. ഒരു കാലഘട്ടം ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് 9 പ്രാദേശിക സഭകൾക്ക് ശക്തമായ നേതൃത്വം നൽകിയ അതിശക്തനായ ഒരു ആത്മീക പോരാളിയുടെ ഭൗതിക ശരീരത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു സുവിശേഷക നിലയിൽ ഞാൻ വിളിച്ചു പറയുന്നു, അച്ഛന് രാജകീയമാകുന്ന ഒരു യാത്രയേപ്പാണ് ദൈവസഭയും കുടുംബവും ഇവിടെ നൽകുന്നത്. ഹല്ലേലൂയ. ഒരു ദൈവ ഭടൻ ഒരായുസ് മുഴുവൻ കർത്താവിന് വേണ്ടി സേവനം ചെയ്ത ഒരു വിശ്വസ്ത ദാസനായ ദൈവത്തിന്റെ അഭിഷിക്തനെ ബുധനാഴ്ച വൈകിട്ട് 6:30 ആത്മാവിനെ സ്വീകരിപ്പാൻ സ്വർഗമൊരുങ്ങി നിത്യവിശ്രമത്തിനായി അച്ഛന്റെ ആത്മാവിനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. ധന്യനാകുന്ന പൗലോസ്ലീഹ ഒടുവിലായി എഴുതിയ വാക്കുകൾ അച്ഛന് വേണ്ടി കടമെടുക്കുന്നു. ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അതെനിക്കും മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ.
അച്ഛാ നല്ല ഓട്ടമോടി വിശ്വാസം കാത്തു നമുക്ക് മുൻപേ നീതിയുടെ കിരീടം പ്രാപിപ്പാനായി ഇമ്പങ്ങളുടെ പ്രതീക്ഷയിലേക്ക് അച്ഛൻ കടന്നുപോയി. പോയ സ്ഥലത്ത് ഞാൻ നിങ്ങളിൽ എത്തിച്ചേരണം. ഇന്ന് പകലിൽ കണ്ടക്ഷോഭം ചെയ്ത് ഈ ശബ്ദം ഉയർത്തി ഒരു സുവിശേഷകൻ നിലയിൽ ഞാൻ വിളിച്ചു പറയുന്നത്, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, ഇതുവരെയും യേശുക്രിസ്തുമായി വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയാതിരിക്കുന്നു ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ഒരു ദൈവവൈതലായി തീരുക, നിത്യജീവൻ പ്രാപിക്കുക, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. മരണം ഒന്നിന്റെയും അവസാനമല്ല, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനുള്ള ഒരു ഒരുക്കത്തിന്റെ കാലഘട്ടമാണ് ഈ ഭൂമിയിലെ ജീവിതം. അതിനായി നമ്മെ തന്നെ ഒരുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ഞങ്ങൾ കുടുംബമായി അച്ഛന്റെ വേർപാടുള്ള ബന്ധത്തിൽ, ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ ആഴമായി ഞങ്ങളും ദുഃഖിക്കുകയും ആമേൻ ഭാരപ്പെടുകയും ചെയ്യുന്നപ്പോൾ തന്നെ ക്രിസ്തുവിലുള്ള ദിവ്യമാകുന്ന സമാധാനം കുടുംബാംഗങ്ങൾക്ക് കൈമാറുന്നു. അമ്മാമ്മ ഒരു നിഴല് പോലെ അച്ഛനെ ശുശ്രൂഷിച്ചു. ഏറ്റവും ഒടുവിലത്തെ സെക്കൻഡിൽ ആമേൻ അച്ഛൻ കർത്താവിന്റെ സ്ഥലത്തേക്ക് പോകുന്ന ആ സമയത്തിന്റെ ആമയുടെ പ്രിയ ചലോർപ്പിച്ചാൽ 10 മിനിറ്റ് മുൻപാണ് രാജാൻ കടന്നു വന്ന് ആമേ പ്രിയ പിതാവിനെ ആമേൻ കഴുകി ആമേൻ എല്ലാം തുടച്ച് വൃത്തിയാക്കി. ആ സമയത്ത് അച്ഛൻ ശാന്തമായി കിടക്കുന്നത് കണ്ടിട്ട് രാജാൻ ഭവനത്തിലേക്ക് കടന്നുപോയി. ആ സമയ ആമയെ കട്ടിലോട് ചേർന്നിട്ടുന്ന കസേരയിൽ അമ്മാമ്മ എവിടെ ഇരുന്ന് ശാന്തമായി അച്ഛന് വേണ്ടി ഇങ്ങനെ കണ്ണുനീരോടെ ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചൊരു 5 മിനിറ്റ് ആയപ്പോൾ അമ്മാമ്മ കണ്ണു തുറന്ന് ആമയെ കൈവച്ച് നോക്കിയപ്പോൾ ശരീരം തണുത്തിരിക്കുന്നു. ആമ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അച്ഛന്റെ ആത്മാവ് എത്തേണ്ടിടത്ത് എത്തിക്കുന്നു. ഒരു വെപ്രാളമില്ല, ഒരു സങ്കടമില്ലാതെ, ഒരു ഒച്ചയും ഭാരമൊന്നുമില്ലാതെ ശാന്തമായി അച്ഛന്റെ ആത്മാവ് നിത്യതയിലേക്ക് കടന്നു. ദൈവമക്കളെ, ഒരു ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും പോകാൻ ഒരു വാഹനം വരും. അത് രോഗമായിരിക്കാം, അപകടമായിരിക്കാം, മറ്റു പ്രയാസങ്ങളായിരിക്കാം. എന്നാൽ ധൈര്യപ്പെടുക. കർത്താവ് മരണത്തെ തോൽപ്പിച്ച് ജീവിക്കുന്നതിനാൽ ഒരിക്കൽ അച്ഛനെ വീണ്ടും കാണാം. വലിയ പ്രതീക്ഷയോടുകൂടെ അച്ഛന്റെ ഭൗതിക ശരീരത്തോട് നമുക്ക് യാത്ര പറയാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഈ സമയം ഭൗതിക ശരീരം ശമിത്യരയിൽ നിന്ന് കൊണ്ടുവന്ന സമയം മുതൽ ഭവനത്തിന്റെ അകത്തും പുറത്തും നടന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രാർത്ഥനയോടെ സെമിത്തേരിയിലേക്ക് നാം കടന്നു പോകുന്നു. നാം ഔദ്യോഗികമായി അറിയിപ്പ് നൽകിയതനുസരിച്ച് 12 മണിയോടെ ആ ശുശ്രൂഷകളെല്ലാം പൂർത്തീകരിപ്പാൻ ദൈവം നമുക്ക് സാവകാശം നൽകി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സെമിത്തേരിയിലും 20 പേരും കൂടുതൽ അതിനകത്ത് പ്രവേശിപ്പാൻ നമുക്ക് അനുവാദമില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും വളരെ സ്ട്രിക്റ്റായി ആ കാര്യങ്ങൾ നമ്മെ അറിയിച്ചിരുന്നു. ഇവിടെ നടന്ന ശുശ്രൂഷകളിലും ആ നിലകളിൽ ഗവൺമെന്റ് അധികാരികൾ നമുക്ക് നൽകിയ അവരുടെ അറിയിപ്പ് അനുസരിച്ചാണ് ഇവിടുത്തെയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തത്. സഹകരിച്ച എല്ലാ ദൈവമക്കളോടും പ്രത്യേകം നന്ദി പറയുന്നു. പല സ്ഥലം കടന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, കുടുംബാംഗങ്ങൾ ലൈവായി ഈ കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർ എല്ലാവരോടും കുടുംബത്തിന്റെ പേരിൽ ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സെമിത്തേരിയിലും ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പ്രിയപ്പെട്ടവരും മാത്രമേ സെമിത്തേരിക്ക് അകത്ത് പ്രവേശിക്കാവൂ എന്ന് ഓർപ്പിക്കുന്നു. വെളിയിൽ കൂട്ടം കൂട്ടമായി നിൽക്കാതെ അവിടെ ഇവിടെയായി മാറി നിൽക്കുന്നതിന് നിയമപരമായി നമുക്ക് തടസ്സങ്ങളില്ല. എന്നാൽ 20 പേരിൽ കൂടുതൽ ആളുകൾ സെമിത്തേരിക്ക് അകത്ത് പ്രവേശിപ്പിക്കരുത് എന്ന് നമുക്ക് നിയമപാലകർ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേക നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടു പ്രത്യാശയിന്തിനാൻ
വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ട് പ്രത്യാശയിന്തിനാ കാഹളാദത്തിൽ ഓത്തു ചേർന്നിടും നാമിനെ കാഹളാദത്തിൽ ഓത്തു ചേർന്നിടും നാമിനെ വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ട് പ്രത്യാശയിന്തിനാ വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ട് പ്രത്യാശയിന്തിനാ കാഹളാനാദത്തിൽ ഓത്തു ചേർന്നിടും നാമിനെ കാഹളാനാദത്തിൽ ഓത്തു ചേർന്നിടും നാമിനെ. ഈശോ ചുരുങ്ങിയ വാക്കുകൾ പ്രാർത്ഥിച്ചു. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പരിശുദ്ധമാതാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ സജീവമായിരിക്കുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. 785 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ച് നിനക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച് വിശ്വസ്തയോട് അന്ത്യത്തോളം നിന്ന നിന്റെ മകനെ ഹല്ലേലൂയ ഭവനത്തിൽ ശുശ്രൂഷ കഴിഞ്ഞ് സെമിത്തേരിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പിതാവേ, തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടി ഉണ്ടാക്കി കുറയ്ക്കായി സ്തോത്രം. നിയമം ഞങ്ങൾക്ക് അനുകൂലമല്ല എങ്കിലും ഇത്രത്തോളം പേർ കടന്നു വന്ന് നിങ്ങളാസനെ യാത്രയിപ്പാൻ കുറവുകൾക്കായി സ്തോത്രം. പിതാവേ ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേദനയുണ്ട്, പ്രയാസമുണ്ട് എങ്കിലും ഹല്ലേലൂയ ദൈവത്തിന്റെ വരവെങ്കിൽ എന്റെ പ്രിയ ദൈവദാസനെ കാണാമെന്നുള്ള പ്രത്യാശ നീ ഞങ്ങൾക്ക് തന്ന കുറവയ്ക്കായി സ്തോത്രം ചെയ്ത പിതാവേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണം. സെമിത്തേരികൾ ശുശ്രൂഷയുമായിരിക്കാൻ സ്വർഗം ഇടയാക്കണം. നിന്റെ ഭക്തനെ അനുവദിക്കുന്ന കുറവയ്ക്കായി സ്തോത്രം. എല്ലാ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുമാറാകണം. അടിയങ്ങൾ യാത്രയോട് കൂടിയിരിക്കണം, ഒരു തടസ്സവും കൂടാതെ സെമിത്തേരി സുൽത്താൻ സ്വർഗമിടിയാക്കണം. വരുവോളം കാത്തു പരിപാലിക്കണം. പ്രാർത്ഥന കട്ടുകയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ കേൾക്കണം സ്വർഗ്ഗീയ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു തമ്പുരാന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഉണ്ടാവില്ല നമ്മോടും. പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഈ ശുശ്രൂഷയിൽ ഇതുവരെ സംബന്ധിച്ച എല്ലാ ദൈവദാസന്മാരോടും ദൈവമക്കളോടും ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തോടും കൂടെ കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഭവനത്തിലെ ശുശ്രൂഷകൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഏറ്റവും അത്യാവശ്യമായി ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ മാത്രം മുൻപോട്ട് കടന്നു വന്ന് അച്ഛന് അന്ത്യചുംബനം നൽകുകയും എത്രയും വേഗത്തിൽ ഭൗതിക ശരീരം ആംബുലൻസിലേക്ക് എടുത്തുവെച്ച് നമ്മുടെ സെമിത്തേരിയിലേക്ക് കരിയിലമൊക്കിൻ്റെ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയുമ്പോൾ ആദ്യത്തെ ഇടത്തേക്ക് തിരിയണം. അവിടെയാണ് സഭയുടെ സെമിത്തേരി. അവിടെയാണ് അച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷയ്ക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഞാൻ ഓർപ്പിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. സമയം നീട്ടിക്കൊണ്ടു പോകാതെ വേഗത്തിൽ തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. കുടുംബത്തിൽ ഏറ്റവും അത്യാവശ്യമായി ഉള്ളവർ മാത്രം, കുടുംബാംഗങ്ങൾ മാത്രം അന്ത്യചുംബനം നൽകുകയും ആമേന് ശേഷം എത്രയും വേഗത്തിൽ ഭൗതിക ശരീരം ആംബുലൻസിലേക്ക് കയറ്റുവാൻ ഓർപ്പിക്കുന്നു. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും സെമിത്തേരിയിലേക്ക് വരുവാൻ ഉത്സാഹിക്കരുത് എന്ന് ദൈവനാമത്തിൽ നിങ്ങളോട് ഓർപ്പിക്കുന്നു. നിയമം നമുക്ക് അനുകൂലമല്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ 20 പേരിൽ കൂടുതൽ ആളുകൾ അതിനകത്തേക്ക് പ്രവേശിക്കാതെ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും ഇതുവരെയും ഭംഗിയായി നടപ്പാൻ ദൈവം സാവകാശം നൽകി. തുടർന്നുള്ള കാര്യങ്ങളും വളരെ ആത്മാർത്ഥമായി നിങ്ങൾ എല്ലാവരും സഹകരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുക. ദൈവമക്കൾ ഒരു നിമിഷം കൂടെ ശ്രദ്ധിക്കുക. ലൈവായി നമ്മുടെ ഈ ശുശ്രൂഷകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ, അമേരിക്കൻ നാടുകളിൽ, ഓസ്ട്രേലിയയിൽ ഒക്കെ ആയിരിക്കുന്ന പല പ്രിയപ്പെട്ടവർ വിളിക്കുകയും
എനിക്ക് ഒത്തിരി മെസ്സേജ് വന്ന് ഞാൻ ഈ ശുശ്രൂഷയായിരുന്നുകൊണ്ട് മൊബൈൽ ഓണാക്കാതെ എടുത്തില്ല. ആമേൻ. അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ എല്ലാം അനുശോചനം ഈ ഭവനത്തെ അറിയിക്കുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് കർത്താവദാസ ശുഭ പാസ്റ്റർ കുടുംബം അവർ വിളിച്ചിരുന്നു. പ്രത്യേകം അവരുടെ ദുഃഖവും അറിയിച്ചിട്ടുണ്ട്. ആ കാര്യം അറിയിപ്പിക്കുന്നു. മറ്റ് നാട്ടിൽ അതുപോലെ വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് പറയാൻ സമയമില്ലല്ലോ. അവരെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരുടെയും അനുശോചനം കുടുംബത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. വേഗത്തിൽ ആംബുലൻസിലേക്ക് ഭൗതിക ശരീരം എഴുതല്ലേ ലോണക്ക് ബാറ്ററി മേടിച്ചോണ്ടോ? ബാറ്ററി ക്യാമറയുടെ ബാറ്ററി തരാൻ പറഞ്ഞാൽ പോവല്ലോ. ഒരു സെക്കൻഡ് എൻ്റെ ഇതുകൂടെ കൊണ്ടുപോകണം. ഈ കോർലെസ് പോയിട്ട് അങ്ങോട്ട് വിട്ടുപോലെന്ന് പറയണം. അവനോട് കാണുന്നുണ്ടായിരുന്നല്ലേ ഓസ്ട്രേലിയയിലൊക്കെ വിളിച്ചത്. ഏതാ വിളിക്കൊണ്ട് പോകാം. താഴെ വീണാലോ രൂപ 40,000 റിസ്ക് എടുക്കണ്ട. എന്തായാലും അതിൻ്റെ ആവശ്യമില്ലല്ലോ. പോട്ടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കും. മതി മതി.